ഇപ്പോൾ 10 കോടി രൂപ നമുക്ക് ഉണ്ടാക്കണം, നമുക്ക് 60ാമത്തെ വയസ്സിൽ ഉണ്ടാക്കണം അല്ലേ. ശരിക്കും ഞാൻ ഇൻവെസ്റ്റിംഗിലേക്ക് എൻ്റെ കരിയറിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇത് എൻ്റെ ഒരു ഭാഗമാക്കണം എന്ന് എനിക്ക് ഏറ്റവും വലിയൊരു ഉണർവ് വന്നത് Balachandran Vishwaram, SEBI Registered Investment Advisor, SEBI Registered Research Analyst, author of How to Join the Top 1% Options Traders Club, trainer at Manorama Horizon. സ്കൂളിലാണെങ്കിലും കോളേജ് ആണെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ഒന്നും പറയുന്നില്ല. യങ്സ്റ്റേഴ്സിനോട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ EMIs എടുത്തോ, പക്ഷെ മേ ബി ഇൻ ദ നെക്സ്റ്റ് 5 ഇയേഴ്സ് നിങ്ങൾ നെക്സ്റ്റ് 5 ഇയേഴ്സ് കൊണ്ട് നിങ്ങൾ ആ EMI നിങ്ങളുടെ വരുമാനത്തിൻ്റെ 30% താഴെ കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ സിനിമ ആയിക്കോട്ടെ, സ്പോർട്സ് പീപ്പിൾ ആയിക്കോട്ടെ, അവർ ഒബ്വിയസ്ലി ഒരുപാട് എമൗണ്ട് ലോൺ എടുത്തിട്ടും പല കാര്യങ്ങളും എടുക്കാറുണ്ട്. അപ്പൊ ലോൺ എടുക്കണോണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ ലോണിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചടക്കണം. AI പറ്റിയും കാര്യങ്ങളെ പറ്റിയും പറയുമ്പോൾ ഓൾറെഡി അൽഗോ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഓൾറെഡി ഉള്ളതാണ്. അതായത് AI വെച്ച് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വെച്ചിട്ട് ട്രേഡിംഗ് ചെയ്യുക. അൽഗോ ട്രേഡിംഗ് എങ്ങും പോകാൻ പോകുന്നില്ല. ഇപ്പോഴും ട്രേഡർ ആണോ അതോ? പുള്ളി ആക്ച്വലി 2011 അൺഫോർച്ചുനേറ്റ്ലി മരിച്ചുപോയി. അദ്ദേഹം ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ അക്കംപ്ലിഷ് ചെയ്തതിൻ്റെ ഒരു 100 ഇരട്ടി മുകളിൽ അല്ലെങ്കിൽ 1000 ഇരട്ടി മുകളിൽ അക്കംപ്ലിഷ് ചെയ്തേനെ എന്ന് എനിക്ക് ഗ്യാരണ്ടി ഉണ്ട്. 60ാം വയസ്സിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 10 കോടി രൂപ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം, എത്രാം വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റിന്റെ A to Z ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ മുന്നിൽ ഉള്ളത് ബാലചന്ദ്ര വിശ്രാമാണ്. പുള്ളി SEBI രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറാണ്. ബാലു, വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, എൻ്റെ ഈ ഒരു പോഡ്കാസ്റ്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് ഞാൻ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ പല ആൾക്കാർക്കും ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരു മെയിൻ ഗോൾ വെക്കുകയാണ്. നമ്മളിപ്പോൾ 60ാം വയസ്സിൽ എനിക്ക് ഒരു 10 കോടി രൂപ ഉണ്ടാകണം, അതായത് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഒരു 10 കോടി രൂപ ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്രാം വയസ്സ് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം, അല്ലെങ്കിൽ എത്രാം വയസ്സ് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം, എത്ര പൈസ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം, അതിനെപ്പറ്റി ഒരു ജനറൽ ഐഡിയയും മൊത്തത്തിൽ എല്ലാവർക്കും ഫിനാൻസിൻ്റെ A to Z, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ A to Z നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാണ്. കാരണം സ്കൂൾ കോളേജുകളിലൊന്നും ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല. ആൾക്കാർ ബുദ്ധിമുട്ടലാണ്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 30ാം വയസ്സിൽ എത്തുമ്പോഴാണ് അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയോ? അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് നോക്കാൻ. ഒന്ന്, 10 കോടി രൂപ എന്നുള്ളത് ആദ്യം പറഞ്ഞു. ഇപ്പോൾ 10 കോടി രൂപ നമുക്ക് ഉണ്ടാക്കണം, നമുക്ക് 60ാമത്തെ വയസ്സിൽ ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ 60ാം വയസ്സിലാണല്ലോ നമ്മൾ റിട്ടയർ ചെയ്ത് പിന്നെ നമുക്ക് ജോലി ചെയ്യാനൊരു ആവതില്ലായിരിക്കും. 60 വയസ്സിന് മുന്നേ വരെ നമ്മൾ ജീവിക്കാനുള്ള പൈസ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ സമ്പാദിക്കുമെന്ന് വിചാരിക്കും. 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഹെൽത്ത് നല്ലതായിരിക്കില്ല. ആ സമയത്ത് ഒരു ഫണ്ട് നമുക്ക് വേണമല്ലോ, വിഡ്രോ ചെയ്യാനൊരു എമൗണ്ട് വേണമല്ലോ. ആ ഒരു കൺസെപ്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 50ാമത്തെ വയസ്സിൽ തന്നെ എങ്ങനെ ഈ ഒരു 10 കോടി രൂപ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പിന്നെയും 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് പ്രശാന്തിനെ സംബന്ധിച്ച് 10 കോടി രൂപ മതിയാവണത് എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈമിൻ്റെ ഇത് നമ്മൾ സ്പാൻ കൂട്ടുകയാണെങ്കിൽ, ആ ടെന്യൂർ കൂട്ടുകയാണെങ്കിൽ നമ്മുടെ ഓരോ മാസം വരേണ്ട ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഞാൻ സാധാരണ ആൾക്കാർക്കൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് കൊടുക്കുന്നത് ഒരു 20 വർഷത്തെ പ്ലാനാണ് കൊടുക്കാറ്. 20 വർഷത്തെ പ്ലാൻ. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ഒരു 20 വർഷം ചെയ്താൽ മതി. ഇപ്പൊ 50ാം വയസ്സിലാണെങ്കിൽ നമ്മൾ 30ാം വയസ്സിൽ തുടങ്ങിയാൽ മതി. അത് എന്തിനാണ് 20 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചത് ഇത്രേ ഉള്ളൂ. പണ്ടൊക്കെ ആൾക്കാർക്ക് ജോലിക്ക് കയറുന്നു അല്ലെ, ജോലിക്ക് കയറി അവർക്കൊരു 60ാം വയസ്സ് വരെ അവർക്ക് ജോലി ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് അവിടെ ഉണ്ട്, ശരിയല്ലേ? ഇന്ന് പക്ഷേ ഇവൻ 10 കൊല്ലം വരെ ജോലി ഉണ്ടാവും എന്നുള്ളത് ആർക്കും അറിയില്ല. ഏയും കാര്യങ്ങളും വന്നപ്പോൾ ഒരു പിടുത്തമില്ല, എപ്പോഴത്തേക്കിനും ആരുടെ ജോലി പോകും. ഇപ്പം ഞങ്ങളുടെ ടീമിന്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ എഡിറ്റേഴ്സിന്റെ എണ്ണം വല്ലാതെ കുറച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം നേരത്തെ ഒരു 3 എഡിറ്റർ ചെയ്യേണ്ട വർക്ക് ഒരു എഡിറ്ററിന് തന്നെ ചെയ്യാം. ഇപ്പം സാധാരണ ഒരു വർക്ക് വെച്ചിട്ട് മോഷൻ ഗ്രാഫിക്സും കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യാം. അത് നേരത്തെ 10 ദിവസം എടുക്കുമായിരുന്നു. അപ്പം ജോലിയുടെ കാര്യം ഇപ്പം ഭയങ്കര ഇതാണ്. അപ്പോൾ അവിടെ പോയിന്റ് ഇതാണ്, നമ്മളിപ്പോൾ ഒരാൾ ഇന്ന് ജോലിക്ക് കയറണം, 25ാമത്തെ വയസ്സിലാണ് ഒരാൾക്ക് ജോലിക്ക് കയറണമെന്ന് വിചാരിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് 60ാം വയസ്സ് വരെ ജോലി ഉണ്ടാവുമായിരുന്നു, ആ സെക്യൂരിറ്റി ഉണ്ട്. ഇന്ന് ഞാൻ ആൾക്കാരടുത്ത് പറഞ്ഞത് നിങ്ങൾ 20 വർഷമെങ്കിലും, അതായത് നിങ്ങൾ 45ാമത്തെ വയസ്സ് വരെ എങ്കിലും എങ്ങനെയെങ്കിലൊക്കെ കടിച്ചു തൂങ്ങി ജോലിയിൽ നിൽക്കൂ എന്ന് പറയാണ്. എന്നിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള റിട്ടയർമെന്റ് എമൗണ്ട് ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ ആ ഒരു ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ പറയുന്നത്. എന്താണ് ബാധ്യത? 45ാമത്തെ വയസ്സിന് ശേഷം അവർക്കൊരു വരുമാനം ഇല്ലായ്മയാണ് ബാധ്യതയായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ അത് വലിയൊരു പോയിന്റാണ്. കാരണം പറയാൻ പറ്റില്ല, ഈ പല ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും അറിയില്ല സത്യത്തിൽ ഈ കാരണം നല്ലൊരു കാര്യമാണോ ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ആൾക്കാരുടെ ജോലി മൊത്തത്തിൽ നഷ്ടപ്പെടുമോ, അതല്ലെങ്കിൽ കാരണം ഒരു കൺസെപ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ കാരണം
എല്ലാവർക്കും ഭയങ്കര ലക്ഷറി ആയിട്ട് ജീവിക്കാൻ പറ്റും എന്നൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. കാരണം കാരണം വരുമ്പോഴത്തേക്കിന് എല്ലാത്തിൻ്റെയും പ്രൈസ് ഭയങ്കരമായിട്ട് കുറയും. അതായത് ഇപ്പോൾ അഗ്രികൾച്ചറിനാണെങ്കിലും റോബോട്ട് വരും, ഇപ്പം കാർ ഓടിക്കാനാണെങ്കിൽ റോബോട്ട് വരും. മനുഷ്യൻ സത്യത്തിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം മനുഷ്യൻ എന്തും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകും. അതാണ് ഒരു ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. മറ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റുകൾ പറയുന്നതെന്ന് വെച്ചാൽ ഈ ജോലിയെല്ലാം പോകുന്നത് കാരണം ഇവർക്ക് കുറച്ച് പൈസയാണെങ്കിൽ പോലും അതുപോലും കിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇതൊരു ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിക്കോട്ടെ, പക്ഷേ ഏതൊരു ടെക്നോളജി വരുന്നതും ആക്ച്വലി ഹ്യൂമൻ റേസിനെ അത് നമ്മുടെ മൊത്തത്തിലുള്ള ആൾക്കാരുടെ, ഇപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് അവർ ഇന്ത്യക്കാരാണോ അമേരിക്കക്കാരാണോ എന്ന് നോക്കണ്ട, എല്ലാ ആൾക്കാർക്കും അത് ബെനിഫിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. 1970s കമ്പ്യൂട്ടേഴ്സ് ശരിക്കും പോപ്പുലർ ആയത് അല്ലെ. ഇന്ത്യയിൽ അവിടെ നമ്മുടെ TV പോലും വന്നിട്ടില്ല 1980s. കാരണം അതിനുശേഷം കമ്പ്യൂട്ടേഴ്സ് വന്നത് ഇന്ത്യയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു 2000 അടുത്തൊക്കെയാണ് വളരെ ഫേമസ് ആയി തുടങ്ങിയത്. ഈവൻ ദോ 1990s തന്നെ ഒരുപാട് കമ്പ്യൂട്ടർ കമ്പനികൾ ഉണ്ടായിരുന്നു, IT കമ്പനികൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു ഫേമസ് ആയത് ഒരു 2000 to 2010 കാലയളവിലാണ്. അപ്പോൾ ടെക്നോളജി ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരുപാട് പേർക്ക് ജോലി കൊടുത്തു ഇല്ലേ. ഒരു 95 മുതൽ 2020 വരെ ഒരുപാട് പേര് ഇപ്പം ഇന്ത്യയിലുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ IT സെക്ടറിലാണ് ശരിക്കും പറഞ്ഞാൽ ജോലി നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ. ഇപ്പോഴും ഹോട്ടാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഒരാളുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് ബാങ്കിങ് സെക്ടറിൽ പോകണോ IT സെക്ടറിൽ പോകണോ എന്ന് വെച്ച് കഴിഞ്ഞാലും കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ IT സെക്ടർ എടുക്കാനാണ് സാധ്യത. ഇപ്പോഴും ആണോ? ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചിലപ്പം ആലോചിച്ച് നോക്ക്, ഈ കഴിഞ്ഞ ആഴ്ച മറ്റേ 7000 വരെ പറഞ്ഞു വിട്ടു. അപ്പം പല കമ്പനികളും ആൾക്കാരെ പിരിച്ചുവിടുന്നൊരു സിനാരിയോ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷനും കാര്യങ്ങളും എത്തിയിട്ടില്ലെങ്കിൽ പോലും അതൊരു ഭയപ്പെടുത്തുന്ന സംഭവമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആ ഒരു ട്രെൻഡ് ഡിക്ലൈനിങ് ആണ്. അപ്പോൾ പ്രശാന്തിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മേ ബി 10 കൊല്ലം മുമ്പ് ഒരു IT കമ്പനി കയറുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ടൈം ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ആൾക്കാർ അത്രയും പ്രിഫറൻസ് കൊടുക്കുന്നില്ല എന്നുള്ളത് അല്ലേ. ഇത് 1990 വന്നിട്ട് ഞാൻ ഒന്ന് പറയാണ്, ഇനി വരാൻ പോണ ബൂം IT-ലാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് ജോലി IT വാഗ്ദാനം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ സമരവും പ്രൊട്ടസ്റ്റും എല്ലാം ചെയ്തേനെ. ശരിയാണ്, സത്യം. അങ്ങനെ ചെയ്തവരും ഉണ്ട്. ആർക്കും അറിയത്തില്ല, പക്ഷെ അത് ടെക്നോളജിയാണ് ഈ IT റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്തത്. ഇത് അതിൻ്റെ നെക്സ്റ്റ് ഫേസ് ആണ് AI റെവല്യൂഷൻ. എങ്ങനെയാണ് ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് അതിൻ്റെ എംപ്ലോയബിലിറ്റി വരുന്നത് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ ഉറപ്പായിട്ടും നമ്മുടെ മൊത്തം ഹ്യൂമൻ റേസിനെ അത് ബെറ്റർ ആക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഒരുപാട് പേരുടെ ഇപ്പോൾ ചിലപ്പോൾ ജോലി പോയേക്കാം, ബട്ട് ഫ്യൂച്ചറിൽ അത് ഡെഫിനറ്റ്ലി അത് ബെനിഫിറ്റ് ആവുള്ളൂ. നമ്മുടെ ചോദ്യം എന്ന് വെച്ചാൽ ഈ 20 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിനകത്തുനിന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് മാറി. ഓക്കെ, അപ്പം നമ്മൾ 45 വയസ്സ് വരെ എങ്ങനെങ്കിലും ജോലിയിൽ കഷ്ടപ്പെട്ട് നിൽക്കുക എന്നാണ് ബാലു പറയുന്നത്. അത് ഈ 45 വയസ്സ് വരെ ജോലിക്ക് നിൽക്കണമെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഉണ്ട്. ആദ്യത്തെ 25 വർഷത്തിൽ നമ്മുടെ എഡ്യൂക്കേഷനും ടോപ്പ് ക്ലാസ് ആയിരിക്കണം. എഡ്യൂക്കേഷൻ ഇല്ലാണ്ട് ജോലിക്ക് അടുത്ത 20 വർഷം നിങ്ങൾക്ക് പിടിച്ചേക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ നല്ല സ്ഥലത്ത് പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സ്കിൽ സെറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 20 കൊല്ലം നിങ്ങൾക്ക് ഏത് ഫീൽഡ് ഓഫ് വർക്ക് ആയിക്കോട്ടെ, നിങ്ങൾക്ക് IT ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, നിങ്ങൾ ഓട്ടോമൊബൈൽ ആയിക്കോട്ടെ, ഇഷ്ടംപോലെ സെക്ടേഴ്സ് ഉണ്ടല്ലോ. ഏത് സെക്ടറിൽ 20 കൊല്ലം നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ, അറ്റ്ലീസ്റ്റ് പിടിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്കൊരു റിട്ടയർമെന്റ് കോർപ്പസ് ഉണ്ടാക്കിയെടുക്കാം. അത് അവർക്ക് തീരുമാനിക്കാം. അവർക്ക് 10 കോടി വേണോ, 100 കോടി വേണോ, 1000 കോടി വേണോ എന്നൊക്കെ അവർക്ക് തീരുമാനിക്കാം. പക്ഷെ അവരുടെ വരുമാനത്തിൽ നിന്നൊരു ശതമാനം അവർക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. മാസം 10,000 രൂപ ശമ്പളമുള്ള ഒരാൾക്ക് ഒരു കാരണവശാലും 10 കോടിയുടെ റിട്ടയർമെന്റ് കോർപ്പസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല 20 കൊല്ലം കൊടുത്തു കഴിഞ്ഞാൽ. കാരണം 20 വർഷം കൊണ്ട് 10 കോടി രൂപ ഉണ്ടാക്കണമെങ്കിൽ 1 ലക്ഷം രൂപയെങ്കിലും SIP ചെയ്യേണ്ടി വരും. അപ്പോൾ 1 ലക്ഷം രൂപ SIP ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് അറ്റ്ലീസ്റ്റ് ഒരു 3.5-4 ലക്ഷം രൂപയെങ്കിലും ശമ്പളം വേണ്ടി വരും. ഇപ്പോഴത്തെ ശമ്പളം ഞാൻ പറയുന്നത്. ഇപ്പം ഇന്നൊരു 1 ലക്ഷം രൂപ ഒരാൾക്ക് SIP ചെയ്യണമെങ്കിൽ ഒരു 3.5-4 ലക്ഷം രൂപ ശമ്പളമുള്ള ആൾക്കേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിന് മാത്രമാണ് അടുത്ത ഒരു 20 കൊല്ലം കൊണ്ട് ഒരു 10 കോടി രൂപ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഈ ശമ്പളത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ 10 കോടി എന്ന് പറയുന്ന ഒരു വാല്യൂ, 10 കോടി വേണ്ട ആൾക്ക്, ഈ ഒരു 4 ലക്ഷം ശമ്പളമുള്ള ആൾക്കാണെങ്കിൽ 10 കോടി മതി ആവശ്യമുള്ളൂ. ഇന്ന് 10,000 രൂപയുടെ ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യുന്ന ഒരാൾക്ക് 10 കോടി രൂപ വേണ്ട. അത് സത്യമാണ്. അവർക്ക് പറഞ്ഞ പോലെ ഇത്രയും പൈസ കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ അതൊന്ന് റീഫ്രൈസ് ചെയ്യുവാണെങ്കിൽ എൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട്, ഇപ്പം
നമ്മൾ 20 കൊല്ലത്തേക്ക് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു തുക മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ ആ 20 കൊല്ലം ജീവിച്ച ലൈഫ് സ്റ്റൈൽ തന്നെ പിന്നീട് നമുക്ക് ജീവിക്കാം. അതെ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപ സാലറി കിട്ടുന്ന ഒരാൾ ഭയങ്കര ലക്ഷറിയറ്റ് ആയിരിക്കും ചിലപ്പം ജീവിക്കുന്നത്. അയാൾക്ക് ആ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ ജീവിക്കാം. അതുപോലെ തന്നെ ഇപ്പം 20,000 രൂപ ശമ്പളം കിട്ടുന്ന ആൾക്കും ഈ ഒരു എമൗണ്ട് ചെറുതായിട്ട് മാറ്റി വെച്ചാൽ ആ ഒരു 20 വർഷം കഴിഞ്ഞിട്ട് ഇതേ ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്ത് ജോലി ചെയ്യാതെ തന്നെ ജീവിക്കാം എന്നൊരു കൺസെപ്റ്റാണ്. കറക്റ്റാണ്. അതായത് ആൾക്കാർ വിചാരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാം. കൺസെപ്റ്റ് കറക്റ്റാണ്. പക്ഷെ അവർ അത് കമ്പയർ ചെയ്യാത്തത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണോ അതായിട്ടാണ് അവർ കമ്പയർ ചെയ്യാത്തത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്താന്നുള്ളതാണ് നമ്മുടെ ബെഞ്ച് മാർക്കായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ അളവുകോല് അവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അതാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. നമ്മുടെ ഫ്രണ്ട്സ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നോക്കിയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ വരുമാനം എത്രയാണെന്ന് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് 30,000 രൂപയാണ് വരുമാനമെങ്കിൽ അതിന്റെ 20% നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. 6,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പം 20% എന്ന് പറയുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ വർഷം പറഞ്ഞല്ലോ, 20 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ്. ഞാൻ പറയണത് 20% മാറ്റി വെച്ചാൽ മതി എന്നാണ് ഞാൻ പറയാറ്. 30% വരെ നിങ്ങൾക്ക് ചവിട്ടി പിടിച്ച് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ കുറെ ലീഷേഴ്സ് ഉണ്ട്. ലീഷേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സിനിമ കാണാൻ പോവുക, അടിച്ചു പൊളിക്കാൻ പോവുക, ട്രാവൽ എടുക്കുക, ടൂർ എടുക്കുക, ഇങ്ങനത്തുള്ള പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് വരും. എന്തിനാണ് അങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ഞാൻ ചോദിക്കണേ. 20% മാറ്റി വയ്ക്കാൻ പറ്റും എല്ലാവർക്കും. അതെ, തീർച്ചയായും 20% എന്തായാലും മാറ്റി വെക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. പക്ഷേ ഈ തുടക്ക സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അവർ EMI എടുക്കുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് വരുമാനം കിട്ടുന്നത് ഇപ്പോൾ ഒരു 50,000 രൂപ, അല്ലെ 50 വേണ്ട, ഒരു 30,000 രൂപയാണെന്ന് വിചാരിച്ചു. 30,000 രൂപയാണെങ്കിൽ അവന്മാർക്ക് EMI തന്നെ കാണും ഒരു 10-15,000 രൂപ. അപ്പോൾ തുടക്കം തന്നെ ഒരു ജോലിക്ക് കയറുമ്പോൾ അവരുടെ മനസ്സിൽ കുറച്ച് ആഗ്രഹങ്ങൾ കാണുമല്ലോ. ഫോൺ വാങ്ങണം, ബൈക്ക് വാങ്ങണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവർ ലോൺ എടുത്ത് വാങ്ങുന്നുണ്ട്. അപ്പം എന്താണ് ബാലു ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസർ തുടക്ക സമയത്ത് അതൊന്ന് ചവിട്ടി പിടിക്കണോ, അതോ അല്ലെങ്കിൽ ലോൺ എടുത്തുകൊണ്ടും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ? മൊത്തത്തിൽ എന്താണ് ഒരു ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവിൽ ചെയ്യുന്നത്? പ്രശാന്ത് പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറഞ്ഞത്, നമുക്ക് ഒരാൾക്ക് ജോലി കിട്ടി. ജോലി കിട്ടുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ 10-25 കൊല്ലമായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് അപ്പം നമുക്കൊരു റിലാക്സേഷൻ ഒക്കെ വേണമല്ലോ, ഇല്ലേ? അപ്പോൾ നമുക്കൊരു ജോലി കിട്ടുമ്പോഴാണ് നമുക്കൊരു വരുമാനം വന്ന് നമുക്ക് കുറച്ച് നല്ല ഡ്രസ്സ് വാങ്ങിക്കണം, ഫോൺ വാങ്ങിക്കണം, വണ്ടി വാങ്ങിക്കണം. ഈ ഒരു ബേസിക് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു നീഡ് ഉണ്ടല്ലോ. ആ നീഡിന് നമുക്ക് എന്തായാലും ഫണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു EMI വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ഞാൻ പറയുന്ന ഒരു സിമ്പിൾ അഡ്വൈസ്, യങ്സ്റ്റേഴ്സിനോട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ EMIs എടുത്തോ. പക്ഷെ മേ ബി ഇൻ ദ നെക്സ്റ്റ് 5 years, നിങ്ങൾ നെക്സ്റ്റ് 5 years കൊണ്ട് നിങ്ങൾ ആ EMI നിങ്ങളുടെ വരുമാനത്തിൻ്റെ 30% താഴെ കൊടുത്താൽ മതി. ഇപ്പം ചിലപ്പോൾ 50%, 60% ഒക്കെ ആയിരിക്കും. പക്ഷെ ഓരോ കൊല്ലം നിങ്ങളുടെ വരുമാനം കൂടുമല്ലോ, ഇല്ലേ? കൂടിയിൽ നിങ്ങൾ എന്തായാലും സ്ഥാപനത്തിൽ നിൽക്കത്തില്ല, അല്ലേ? നിങ്ങൾ വേറെ നല്ല ജോലി അന്വേഷിച്ചു പോകും. അപ്പം നിങ്ങൾ അടുത്ത ഒരു 4-5 കൊല്ലം കൊണ്ട് നിങ്ങളുടെ ആ പർട്ടിക്കുലർ EMI നിങ്ങളൊരു 30% താഴെ വന്ന് കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സേഫായി. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഇപ്പം ഇതിൻ്റെ പെർസെൻറ്റേജും പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫിനാൻസ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് 20% എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ EMI എത്ര ശതമാനം വരെ നമുക്ക് പോകാം എന്നൊരു കൺസെപ്റ്റ് എന്തെങ്കിലും ഉണ്ടോ ഫിനാൻസ് ഒരു? അതെ, അതാണ് ഈ പറഞ്ഞത്. നമ്മുടെ എല്ലാ EMIയും കൂടി ചേർത്തിട്ട് നമുക്കിപ്പോൾ ഹൗസിംഗ് ലോൺ ഉണ്ടാവാം, കാർ ലോൺ ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ഗോൾഡ് ലോൺ ഉണ്ടാവാം. എല്ലാ EMIയും കൂടി ചേർത്തിട്ട് 30%-നുള്ളിൽ കൊണ്ടുവന്ന് നിർത്തണം എന്നാണ് ഞാൻ പറയാം. പക്ഷേ അത് അത്ര പ്രാക്ടിക്കൽ അല്ല. കാരണം നമ്മുടെ ചിലവുകളുടെ എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഹ്യൂജ് എമൗണ്ട് ആണ് നമുക്ക് ചിലവുകൾ വരുന്നത്. പല കാര്യങ്ങൾക്ക് EMI ഇതൊക്കെ വളരെ ഹയർ ആണ്. അപ്പോൾ അത് ഇനീഷ്യലി ചിലപ്പോൾ ഒരു 50%, 60% ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് ഗ്രാജുവലി നിങ്ങളത് താഴെ കൊണ്ടുവന്നാൽ മതി എന്നാണ് ഞാൻ പറയാം. ആദ്യമേ നിങ്ങൾ ആസ് പെർ ടെക്സ്റ്റ് ബുക്ക് 30% പോയി കഴിഞ്ഞാൽ വർക്കൗട്ട് ആവത്തില്ല, ഉറപ്പായിട്ട് വർക്കൗട്ട് ആവത്തില്ല. നിങ്ങൾ ഭയങ്കര ടെൻഷൻ ആവും. നിങ്ങൾ അവസാനം ഇതെല്ലാം ഇതിന്റെ കൗണ്ടർ ഇതായിട്ടായിരിക്കും വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ബെനിഫിറ്റിൽ വർക്ക് ചെയ്യത്തില്ല, നിങ്ങൾക്ക് അഗേൻസ്റ്റ് വർക്ക് ആവുക. ഞാൻ ഈ ഒരു കാര്യം ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ആൾക്കാരുണ്ട് ഫിനാൻഷ്യൽ അഡ്വൈസ് കാര്യങ്ങൾ തരുന്നത്. അവർ ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. എന്ന് വെച്ചാൽ അവർ പറയുന്ന പല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ് ഇതുപോലെ നിങ്ങളുടെ കിട്ടുന്ന പൈസയുടെ 60% ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ നിങ്ങൾ EMI എടുക്കല്, അങ്ങനത്തെ കുറേ അഡ്വൈസ് പല ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ തരുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ തോട്ട് പ്രോസസ്സ് എപ്പോഴും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഈ അഡ്വൈസ് തരാൻ എന്താണ്, ഇവർ ഇതിനെപ്പറ്റി എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ, ഇവർക്ക് എന്താണ് ഇതിനെപ്പറ്റി അറിയാവുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉള്ളൊരു ചോദ്യമാണ്. ഈ ഇൻസ്റ്റാഗ്രാം വളരെ രസകരമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്.
കാര്യം നമ്മൾ സെബിയുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കി, സെബി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഇന്ത്യയിലത്തെ റെഗുലേറ്റർ ആണ്, വാച്ച് ഡോഗ് ആണ്, ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു വലിയൊരു ബോഡിയാണ്, ഗവൺമെന്റ് ബോഡി തന്നെയാണ്. അപ്പോൾ അവരുടെ അവിടെ പോയി നിങ്ങൾ രജിസ്റ്റേർഡ് ഇന്റർമീഡിയറ്റ്സിന് ഒരു ലിസ്റ്റ് എടുത്തു എന്ന് വിചാരിക്കുക, അത് നമുക്ക് പോയി എടുക്കാമല്ലോ. അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ആരൊക്കെയാണ് രജിസ്റ്റേർഡ് ഇന്റർമീഡിയറീസ്, ഇപ്പോൾ കേരള സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ എത്ര രജിസ്റ്റേർഡ് ഇന്റർമീഡിയറീസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ലിസ്റ്റ് നമുക്ക് തരും. അതിൻ്റെ ഒരു എത്ര പേര് എല്ലാവരും കൂടി ചേർത്തിട്ട് ചിലപ്പോൾ ഒരു 100 പേര് ഉണ്ടാവുമായിരിക്കും. ഓക്കെ, ബ്രോക്കേഴ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ വേറൊരു 10-25 ബ്രോക്കേഴ്സ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരും എല്ലാവരും രജിസ്റ്റേർഡ് ഇന്റർമീഡിയറ്റ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ബ്രോക്കർ ഒരു ഡിമാറ്റ് അക്കൗണ്ട് കൊടുക്കുന്ന ആൾക്കാരും ഇവിടുത്തെ രജിസ്റ്റേർഡ് ഇന്റർമീഡിയറി ആണ്. റിസർച്ച് അനലിസ്റ്റ് ഒരു ഇന്റർമീഡിയറി ആണ്. രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ഒരു ഇന്റർമീഡിയറി ആണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. എല്ലാം കൂടി ചേർത്ത് മേ ബി ചിലപ്പോൾ ഒരു 1500 കൂട്ടിക്കോ, എല്ലാം കൂടി ചേർത്ത് 1500 പേരുണ്ട് കേരളയിൽ നിന്ന് വിചാരിച്ചോ. ഇതിന്റെ ഒരു 100 ഇരട്ടി ആൾക്കാരുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. സത്യം എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ പറയുന്ന ആൾക്കാർക്കൊന്നും, എനിക്ക് തോന്നുന്നത് മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ എന്തോ വായി തോന്നുന്നത് വ്യൂസിന് വേണ്ടി പറയുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയാണ്, ഒരു സിമ്പിളായിട്ട് പറയുകയാണ്, ഇൻസ്റ്റാഗ്രാമിൽ വൈറലാകണം എന്നൊരു ചിന്തയിൽ മാത്രം ആൾക്കാർ വീഡിയോ ഇടുന്ന പല ആൾക്കാരും ഉണ്ട്. അവർക്ക് ഈ ഫിനാൻസിനെ പറ്റി എന്തെങ്കിലും അറിയണമെന്ന് പോലും ഇല്ല. അവർ ജസ്റ്റ് എന്തെങ്കിലും പറയുക, വൈറലാകണമെങ്കിൽ മനസ്സിലായില്ലേ, ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ വൈറൽ. അത് എനിക്ക് വലിയ രീതിയിലൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. കാരണം നല്ലതായിട്ട് എനിക്ക് തോന്നാറ്. കാരണം ഇവരുടെ അഡ്വൈസ് കേട്ടിട്ട് കുറെ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു വെച്ചിട്ട് ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഇത് തിരിച്ച് അവർക്ക് അവരുടെ പോലെ ആക്കിയെടുക്കുന്നുള്ളത് നമ്മുടെ ഒരു പ്രൊസീജിയറാണ്. ആൻഡ് ഒബ്വിയസ്ലി ഞാൻ കൊടുക്കുന്ന സർവീസസ് എല്ലാം പെയ്ഡ് സർവീസസാണ്, ഞാൻ ഫ്രീ സർവീസസ് കൊടുക്കാറില്ല. അപ്പോൾ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും ഇവര് ഈ കാണിച്ചു വെച്ച മണ്ടത്തരങ്ങളുണ്ടല്ലോ, ഇത് മുഴുവൻ അഴിക്കാൻ തന്നെ ചിലപ്പോൾ നമുക്ക് 3-4 മാസം എടുക്കും. അപ്പോൾ നമുക്കത് ബെനിഫിറ്റ് ചെയ്തിട്ടുള്ളൂ. കാര്യം ഈ ആൾക്കാരുണ്ടല്ലോ, ഈ ഇൻഫ്ലുവൻസേഴ്സ് കാരണമാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് മേഖലയിലേക്ക് വരുന്നത്. ഈ ഇൻഫ്ലുവൻസേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ ആൾക്കാരൊന്നും സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ അവർക്ക് എതിരെ പറയണതല്ല, അവർ ചെയ്യുന്നത് അവർ ചെയ്തോട്ടെ. അവർക്ക് മേ ബി ഈ പറയുന്ന പോലെ ഒരു റെഗുലേഷന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ്റെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാവായിരിക്കാം. ആൻഡ് അവർ പറയുന്ന കണ്ടന്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറെ ആരുടെ ഒന്നും ഞാൻ കയറി നോക്കിയിട്ടില്ല. കാരണം അത് എന്റെ വ്യൂസിനെ, എന്റെ ബയസിനെ അത് ബാധിക്കും. അപ്പൊ ഞാനത് നോക്കാറില്ല. പക്ഷെ പ്രശാന്ത് ഈ ഒരു ഫീൽഡിലായത് ഒരുപാട് പേരുടെ കണ്ടുണ്ടാവും അല്ലെ. അപ്പൊ അവര് പറയുന്ന കണ്ടന്റ് കറക്റ്റ് ആണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ വിലയിരുത്തുന്നില്ല. പക്ഷെ ഇവര് കാരണം ഒരുപാട് പേര് മാർക്കറ്റിൽ വരുന്നുണ്ട്, അത് നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി. അല്ല, അത് കറക്റ്റ് തന്നെയാണ്. അവര് കാരണം കുറെ ആൾക്കാർ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ എനിക്ക് ബാലുവിന്റെ കയ്യിൽ നിന്ന് വേണ്ട ഒരു അഡ്വൈസ് എന്ന് വെച്ചാൽ, ബാലുവിന് അറിയാലോ ഞങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. മെയിനായിട്ട് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. പക്ഷെ ഇതൊരു ബിസിനസ്സാണ്. ഈ ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് കിട്ടുന്ന ഫണ്ട് ഞങ്ങൾ വീണ്ടും ബിസിനസ്സിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ബാലു പറഞ്ഞ ഒരു കൺസെപ്റ്റിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞങ്ങൾ സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വീണ്ടും ബിസിനസ്സിലേക്കാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ബിസിനസ്സിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിൽ എത്ര ആണ്, ഇപ്പം കുറച്ച് പറഞ്ഞ 20% ആണെങ്കിൽ ആസ് എ ബിസിനസ് ആൾക്കാർ എത്ര ശതമാനം മാറ്റി വെക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ കാര്യങ്ങൾ? റൈറ്റ്, ഞാൻ എൻ്റെ എക്സ്പെർട്ടൈസ് മുഴുവൻ കിടക്കുന്നത് SMEസിന് സർവീസസ് കൊടുക്കണമല്ല. അതായത് ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽസിന് സർവീസസ് കൊടുക്കണം. അപ്പൊ ഞാനൊരു 2-3 തിയറീസ് അല്ലെങ്കിൽ 2-3 ഹൈപ്പോത്തസിസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു തിയറി ചിലപ്പോൾ ഇതിനുവേണ്ടി പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇപ്പോൾ പ്രശാന്തിന് ഒരു വർക്ക് ചെയ്യുമ്പോൾ 1 ലക്ഷം രൂപയാണ് കിട്ടണതെന്ന് വിചാരിക്കുക ആ വർക്കിൽ. അപ്പോൾ 1 ലക്ഷം രൂപ കിട്ടണതിൽ മുഴുവനും പ്രശാന്തിന്റെ പ്രോഫിറ്റ് അല്ല. ക്യാമറ ഉണ്ട്, റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്, ഈ പറയുന്ന ലൈറ്റ്സ് ഉണ്ട്, സ്റ്റാഫിനൊക്കെ ശമ്പളം കൊടുക്കണം. ഇത് എല്ലാത്തിനും ശേഷം ഒരു 20,000 രൂപയാണ് കയ്യിൽ കിട്ടണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇറ്റ് ഈസ് ഗുഡ് അല്ലെ, 20% മാർജിൻ, ഓപ്പറേറ്റിംഗ് മാർജിൻ ഉണ്ട്. 1 ലക്ഷം രൂപയിൽ 20,000 രൂപ കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ പ്രശാന്തിന്റെ അടുത്ത് പറയണ ഈ 20,000 രൂപ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. ബിസിനസ് ഗ്രോത്ത് ഉണ്ടാകില്ല. അതെ, കാര്യം നമുക്ക് ബിസിനസ്സിൽ റീഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ക്യാമറ വാങ്ങിക്കേണ്ടി വരും. അത് നമുക്ക് ഒരിക്കലും നമ്മുടെ ഓപ്പറേറ്റിംഗ് എമൗണ്ട് വെച്ചിട്ട് ഇടാൻ പറ്റില്ല. കാരണം അത് ഈ ആൾക്കാർക്ക് ശമ്പളം കൊടുക്കലൊക്കെ വേണ്ടി അത് തികയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ 20,000 രൂപയിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ അടുത്തൊരു ഫോൺ അപ്ഗ്രേഡ് ചെയ്യണതോ അല്ലെ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഇൻവെസ്റ്റിംഗ് എമൗണ്ട് ആയിട്ട് കൂട്ടാൻ പറ്റത്തില്ല. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന സിമ്പിൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% റൂൾ മനസ്സിൽ ഓർത്തിരിക്കുക. ജസ്റ്റ് 10%. പ്രശാന്തിന്റെ പ്രോഫിറ്റ് എത്രയാണ്? 20,000 രൂപ. 20,000ന്റെ 10% എത്ര? 2,000 രൂപ. ഇത് ടോട്ടൽ എമൗണ്ടിൽ നിങ്ങൾ ക്ലയന്റിന്റെ ഓവർ ചാർജ് ചെയ്യുക. അതായത് 1,02,000 രൂപ ചാർജ് ചെയ്യുക.
എന്നിട്ട് 2,000 രൂപ അപ്പത്തിനടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ഓ ഓക്കെ. പിന്നെ 1,00,000 രൂപ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് സാധാരണ പോലെ നിങ്ങൾ ചെയ്യുന്ന വർക്ക് അതുപോലെ നടന്നോളും. ഓക്കെ, അതായത് ക്ലയന്റിന് 1,02,000 എന്ന് പറയുമ്പോൾ വലിയ എമൗണ്ട് അല്ല. ക്ലയന്റിന് നിങ്ങൾ 1,00,000 രൂപ നിങ്ങൾക്ക് തരുന്ന ഒരു ക്ലയന്റ് 1,02,000 രൂപ നിങ്ങൾക്ക് തരാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ച ഒരു വലിയ പ്രശ്നമാണ്. കാരണം നിങ്ങൾ അത്ര കോമ്പറ്റീറ്റീവ് ആയിട്ടൊരു ഫീൽഡിലാണ്. അപ്പൊ നിങ്ങൾ 1,00,000 തരുന്ന ഒരു ക്ലയന്റ് 1,05,000 രൂപ തരാൻ പറഞ്ഞാലും തരും, തീർച്ചയായും തരുമല്ലോ. കാരണം 1,00,000 തരാൻ കപ്പാസിറ്റി ഉള്ള ക്ലയന്റ് നമ്മുടെ ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കില്ല് കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ അവര് ആ ഒരു അടുത്ത നമ്മളിപ്പം ഒരു 1,10,000 പറഞ്ഞാലും അവർക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും വരും എന്ന് തന്നെയാണ്. അതെ, അത് മാത്രമല്ല SIP എന്നുള്ള പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അത് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല എല്ലാവരും, പക്ഷെ ഇന്ത്യൻ മാർക്കറ്റിൽ അതൊരു ഹ്യൂജ് റെവല്യൂഷൻ ക്രിയേറ്റ്, വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച ഒരു പ്രൊഡക്റ്റാണ് SIP. അതും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ അല്ല. എന്താ, നിങ്ങൾക്ക് എല്ലാ മാസവും കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല എത്ര വരുമാനം വരും. ചില മാസം ചിലപ്പോൾ 1 കോടി രൂപ വരുമാനം വന്നേക്കാം, ചിലപ്പോൾ അടുത്ത 6 മാസം പട്ടണയായിരിക്കും. അപ്പൊ ഇത് ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പൊ എന്റെ ഫീൽഡിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് നല്ല ക്ലയൻസ്, ചില മാസം നല്ല ക്ലയൻസ് വരും, ചില മാസം ചിലപ്പോൾ നമുക്ക് നല്ല ക്ലയൻസ് കിട്ടണമെന്നില്ല. അപ്പോൾ അത് SIP നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനാണ് ഞാൻ കൂടുതലും ഈ SMEസിലാണ് ഞാൻ എൻ്റെ ഇത് മുഴുവനും ഞാൻ ഫോക്കസ് ചെയ്തേക്കുന്നത്, എക്സ്പെർട്ടൈസ് ഉണ്ടാക്കിയേക്കുന്നത്. കാരണം ഞാൻ ഒരു SME ആണ്, ഞാനൊരു പ്രൊഫഷണലാണ്. നമ്മുടെ വേദന നമുക്ക് നമുക്ക് ആ വേദന വേറെ ആർക്കും ഇല്ല. അപ്പൊ നിങ്ങൾ പോയിട്ട് വേറൊരു കൺസൾട്ടന്റ് അടുത്ത് പോയി കഴിഞ്ഞാൽ കൺസൾട്ടന്റ് ആദ്യം തന്നെ പറയും, ഓക്കെ നിങ്ങളുടെ വരുമാനത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒരു SIP സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ് എഴുതി തരും. നമുക്കത് പറ്റില്ല. നമുക്ക് എനിക്കറിയാതെ വർക്ക് ആവില്ല. കാര്യം SIP ഇന്ന് സ്റ്റാർട്ട് ചെയ്യും, ഇന്ന് സ്റ്റാർട്ട് ചെയ്തതിന്റെ ഒരു 3-4 മാസം കഴിയുമ്പോൾ പറയാം, അയ്യോ ഈ മാസം എന്റെ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലാട്ടോ, SIP നടക്കൂല, അവിടെ സ്റ്റോപ്പ് വരും. അത് നമ്മൾ ഇത്രയും പേരെ കാണുന്നുള്ളതുകൊണ്ട് നമുക്കറിയാം അത് ഇങ്ങനെ വന്ന് തീരുള്ളൂ, നമുക്കറിയാം. അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എന്ന് വെച്ചാൽ ബാലുവിന് കുറേ ആൾക്കാരുമായിട്ട് വർക്ക് ഈ ഒരു ഫീൽഡിൽ, അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫീൽഡിൽ അറിയാവുന്നതുകൊണ്ട് ബാലുവിന് അറിയാം എന്താണ് പ്രാക്ടിക്കൽ, എന്താണ് പ്രാക്ടിക്കൽ അല്ലാത്തതെന്ന്. ഇപ്പം ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഓക്കെ SIP ചെയ്യാം, പക്ഷേ ഞാൻ ഇപ്പം ബാലു പറഞ്ഞ പോലെ ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസം കഴിയുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത് എനിക്ക് പറ്റില്ലെന്ന്. പക്ഷെ ബാലുവിന്റെ ഇടയ്ക്ക് വരുവാണെങ്കിൽ ആദ്യം തന്നെ മനസ്സിലാവും, ഓക്കെ ഇതൊക്കെ ഇവന് എന്തായാലും വരാമെന്ന പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ള. അതെ, അത് അവരുടെ ഇപ്പൊ പറയാനും പറ്റില്ല. നിങ്ങളിപ്പോ കുറച്ചു മുമ്പ് ഒരാൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞത് എനിക്ക് 25,000 രൂപ ശമ്പളം ഉണ്ട്, എനിക്ക് 15,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ്. ഞാനും കേട്ടത്. അതെ, ആ കോള് വന്നിരുന്നല്ലോ. അപ്പൊ ആ കോളിലെ പ്രത്യേകത, പുള്ളി മൈൻഡിൽ പ്രിപ്പയർഡ് ആണ് ദാറ്റ് 15,000 ഇൻവെസ്റ്റ് ചെയ്യാൻ. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞ എമൗണ്ട് നിങ്ങൾ 15,000 ഇൻവെസ്റ്റ് ചെയ്യേണ്ട, 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. കാരണം പ്രാക്ടിക്കലി ആലോചിച്ച് നോക്കൂ, നമുക്ക് 6 മാസം ഡൗൺ ദ ലൈൻ അല്ലെങ്കിൽ അപ്പൊ നമുക്ക് ആ ഒരു മോട്ടിവേഷൻ ഉണ്ടാവണമെന്നില്ല. 6 മാസത്തിന് ശേഷം ഈ ഒരു മൊമെന്റ് അവർ ഓർത്തിരിക്കത്തില്ല. അപ്പൊ അവർക്ക് അന്ന് 15,000 കൊടുക്കാൻ ഉണ്ടാവത്തില്ല. അവർ ചിലപ്പോൾ ഒരു 2 വീലർ വാങ്ങിക്കുമായിരിക്കും, അപ്പൊ അതിന് EMI അടയ്ക്കണം. പിന്നെ അവർക്ക് വേറെ എന്തെങ്കിലും ഒരു എക്സ്പെൻസ് വരും. ഒബ്വിയസ്ലി നമുക്ക് ഒരാൾക്ക് ഒരു വരുമാനം വരുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഒരു എക്സ്പെൻസ് വരും. അപ്പൊ അന്ന് അത് സ്റ്റോപ്പ് വരും. പിന്നെ അവർ പോയി മാർക്കറ്റിൽ പോയി പറയണ എന്താ, ഇത് കാരണം റിസൾട്ട് ഇല്ലാന്ന് പറയും. അപ്പൊ റിസൾട്ട് ഇല്ലാത്തതിനേക്കാളും നല്ലത് കുറഞ്ഞത് നല്ല ക്വാളിറ്റി റിസൾട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ബെറ്റർ എന്നാണ് ഞാൻ പറയുന്നത്. അല്ല, സത്യമാണ്. ഇപ്പം നമ്മളാണെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. കാരണം എന്താ, പല ആൾക്കാരും ഇപ്പം നമ്മുടെ അടുക്കലേക്ക് വരുന്ന അവർക്ക് ആ ഒരു ഇൻഡസ്ട്രിയെ പറ്റി ഒരറിവും കാണില്ല, പക്ഷെ അവർക്ക് ഫേമസ് ആണ്. ഇപ്പം അവരെ ഫേമസ് ആക്കി കൊടുക്കുക, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ അവർ എത്ര നാൾ ഇത് ചെയ്യും, ചിലപ്പോൾ ഒരു 6 മാസത്തെ അവർ ഫേമസ് ആയി, പക്ഷെ അവർക്ക് ഉള്ളിൽ നിന്ന് അവർക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത്. ഉള്ളിൽ സ്റ്റഫ് വേണം. അതായത് 6 മാസം കഴിഞ്ഞിട്ട് 1 വർഷം അല്ല 10 വർഷവും ചെയ്യാനുള്ള സ്റ്റഫ് ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഇൻഡസ്ട്രിയെ പറ്റി പഠിക്കാനുള്ള നോളജും ഇതും അവർക്കില്ലെങ്കിൽ അത് നടക്കില്ല. അത് സത്യമാണ്. അപ്പം നമ്മളിപ്പോൾ ഞാനും വിചാരിക്കുന്ന ഒരു സംഭവമാണ്, ഒത്തിരി ആൾക്കാരെ എടുത്തിട്ട് ചെയ്യുന്നതിനെക്കാട്ടിയും നല്ലത് നമ്മളിപ്പോൾ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും 100% ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ആൾക്കാരെ അതേപോലെ നോക്കിയിട്ട് അവർക്ക് ഇന്റർവ്യൂ ചെയ്തിട്ടാണ് ആൾക്കാർ എടുക്കുന്നത്. സത്യം എന്ന് വെച്ചാൽ അവർക്ക് സോഷ്യൽ മീഡിയയെ പറ്റി അറിയില്ലായിരിക്കും, സത്യമാണ്. പക്ഷെ അവരുടെ പുള്ളി സ്റ്റഫ് ഉണ്ട്, അവരുടെ ഇൻഡസ്ട്രി സ്റ്റഫ് ഉണ്ടെങ്കിൽ അവരെ ഫേമസ് ആയി കൊടുക്കുക. അത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അത് നമുക്കറിയാം എങ്ങനെ ഫേമസ് ആയി കൊടുക്കണമെന്ന്. പക്ഷെ സ്റ്റഫ് ഇല്ലാത്ത ആളെ ഞാൻ ഫേമസ് ആക്കിയാൽ അവർ പോകും. 6 മാസം കഴിഞ്ഞിട്ട് അവർ പോകും. കാരണം എന്താ, അവരുടെ കയ്യിൽ പിന്നെ പറയാനൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയിപ്പിച്ച് അവരെ മടുക്കും. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പം ക്രിക്കറ്റ് കളിച്ച് 1 കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി കളിച്ചു, പക്ഷേ 10 വർഷത്തേക്ക് എനിക്ക് കളിക്കാൻ പറ്റില്ലായിരിക്കും. കാരണം എനിക്ക് ആ ഒരു ഫീൽഡ് ഇഷ്ടമില്ല, അല്ലെങ്കിൽ ആ ഫീൽഡ് സ്കില്ലില്ല. അതെ, പക്ഷെ ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഈസി മണി എവിടെ കിട്ടുമോ അതിന്റെ പുറകെയാണ് ആൾക്കാർ. മാർക്കറ്റിലെ ഒരു പാത്ത് അങ്ങനെയാണ്. ഇപ്പൊ നിങ്ങള് ഇപ്പൊ എനിക്ക് എന്റെ 10th 12th ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആ സമയത്ത് IT കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബൂമിംഗ് ആയിരുന്നു. അപ്പൊ എല്ലാവർക്കും കോർ കമ്പനിയിലേക്ക് പോണേക്കാൾ ഇപ്പൊ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഒക്കെ പോണതിന് പകരം IT കമ്പനിയിലേക്ക് പോകാനായിരുന്നു എല്ലാവർക്കും താല്പര്യം. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ടൈം. പക്ഷെ ഞങ്ങൾ ജോലിക്ക് കയറിയതിന് ശേഷം പിന്നെ പെട്ടെന്നൊരു റിസഷൻ വരികയും അവിടെ ഒരു സെന്റിമെന്റിനൊരു അല്പം ഇടിവ് വരികയുണ്ടായി ശരിക്കും പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ അത് എന്തിനാണ് ആൾക്കാർ IT സെക്ടറിൽ പോണത്?
പൈസ പെട്ടെന്ന് ഒരു വരുമാനം, നല്ല വരുമാനം കിട്ടും. അപ്പൊ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്റെ ടേക്ക് ഹോം സാലറി എന്ന് പറഞ്ഞാൽ 15,000 ആയിരുന്നു. ഓക്കെ. അന്ന് പക്ഷെ വേറെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് 3,000 4,000 കിട്ടുള്ളൂ. അപ്പോഴും നമുക്ക് 3 ഇരട്ടി വരുമാനം കൂടുതലുണ്ട്. അതെ അതെ. അപ്പൊ എവിടെയാണോ ആൾക്കാർക്ക് ആ ഒരു ഈ നനഞ്ഞ മണ്ണുള്ളത് അത് അന്വേഷിച്ച ആൾക്കാർ പോകും. അതെ അതെ, അത് ശരിയാണ്. പക്ഷെ നമുക്ക് അത് എത്ര നാൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പൊ ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ഇപ്പൊ അവർക്ക് ഇപ്പൊ ഒരു 3 വർഷം അവർ നിൽക്കുന്നുള്ളൂ. അവർക്ക് ആ 3 വർഷം കൊണ്ട് ഒരു 10 കോടി രൂപ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. ഉണ്ടാക്കിയിട്ട് വേറെ എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഒരു മൈൻഡ് സെറ്റും കൂടെ വേണം. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇതാണ്, അവർക്ക് ഒരു നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഒരാളുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർക്കറിയാം ഇതൊരു 3 വർഷത്തെ ഗെയിം അല്ല, ചിലപ്പം 10 വർഷത്തെ ആയിരിക്കും. അവർ ലോങ് ടൈമിലേക്ക് ചിന്തിച്ചിട്ടായിരിക്കും, അതല്ലെങ്കിൽ അവർ ഓൾറെഡി 5 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അവർക്കറിയാം ഈ ഇൻഡസ്ട്രിയിൽ എങ്ങനെ പോകും. അപ്പോൾ അവർക്ക് ഓൾറെഡി നോളജ് ഉണ്ട്. അവർക്കറിയാം ഈ ലോങ് ടൈമിലേക്ക് സോഷ്യൽ മീഡിയ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള സംഭവം. മറ്റേത് രണ്ട് കാറ്റഗറിയാണ്. ഒന്ന് ഇൻഫ്ലുവൻസേഴ്സ്, അതായത് സോഷ്യൽ മീഡിയയിൽ നിന്ന് പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. മറ്റൊന്നെന്ന് വെച്ചാൽ ബിസിനസ് ആൾക്കാരുടെ മോട്ടീവ് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡയറക്റ്റ് പൈസ കിട്ടുക എന്നല്ല, സോഷ്യൽ മീഡിയയിൽ നിന്ന് അവരുടെ ബിസിനസ് പ്രൊമോട്ട് ആക്കുക. പേഴ്സണൽ ബ്രാൻഡിങ്, അതാണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ്. മറ്റേ കാറ്റഗറി എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മറ്റേ കാറ്റഗറി ഉടനെ തന്നെ ഡെഡ് ആകും. അതിനൊരു കാരണം എന്ന് വെച്ചാൽ AI വന്നത് കൊണ്ട് തന്നെ AIക്ക് എല്ലാ കാര്യങ്ങളും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം മറ്റവരെന്താ കൊടുക്കുന്നത്? ഇൻഫർമേഷൻ മാത്രം കൊടുക്കുന്നത്. ഇപ്പം ബാലുവിൻ്റെ കേസ് ഇൻഫർമേഷൻ മാത്രമല്ല, എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് കൊടുക്കാൻ എന്താ AIക്ക് ഡേറ്റയും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ കേരളത്തിലുള്ള കുറച്ച് ആൾക്കാർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് ബാലുവിന് അറിയാം. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ ഇൻവെസ്റ്റർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ 25,000 15,000 രൂപ പോയി ഇൻവെസ്റ്റ് ചെയ്തേനെ. അതെ, അതാണ് വ്യത്യാസം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇവര് ജസ്റ്റ് ഇൻഫർമേഷൻ മാത്രമാണ് കൊടുക്കുന്ന ടൈപ്പ് ആൾക്കാരാണെങ്കിൽ അവർ കുറേ നാൾ എന്തായാലും ഈ ഇൻഡസ്ട്രി നിൽക്കാൻ പറ്റില്ല. കാരണം AIക്ക് എന്തും റീക്രിയേറ്റ് ചെയ്യും. ഇപ്പം കുറച്ച് കഴിയുമ്പോഴത്തേനും ഞാനാണോ ബാലു ആണോ, നമ്മൾ ചിലപ്പോൾ AI ക്ലോൺ വെച്ചിട്ട് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പല ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു 5 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ അത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലെത്തും. സീഡാൻസ് 2.0 എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. അതിനകത്ത് പറയാൻ പറ്റില്ല ഏതാണ് റിയൽ ഏതാണ് ഇതെന്നുള്ള രീതിയിൽ പറയാൻ പറ്റാത്ത രീതിയിൽ അത്ര കിടില്ല. അപ്പം അതൊരു പ്രോബ്ലം. എല്ലാ ഇൻഡസ്ട്രീസിനെ ആക്ച്വലി AI ബാധിക്കുന്നുണ്ട്. അത് ഇപ്പോൾ അത് ഭയങ്കര മോശമായിട്ട് തോന്നും. ശരിയാണ്. ഇപ്പം ഇത് ഞാൻ ഇത്രയും പറഞ്ഞെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഞാൻ ഫ്യൂച്ചർ ഇത് ചെയ്യുന്ന ആൾ, അങ്ങനെ ഒന്നുമല്ല ബേസിക്കലി. പക്ഷെ ഈ പ്രോബ്ലം എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ പണ്ട് ഫാർമേഴ്സിന്റെ സമയത്ത് അന്ന് ട്രാക്ടർ വലിയ പ്രശ്നമായിരുന്നു. പക്ഷെ ട്രാക്ടർ ഒരാളുടെ പണി കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ എല്ലാ കാലഘട്ടത്തിലും ഇതുപോലത്തുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്റപ്ഷൻ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, ഇൻവെസ്റ്റിംഗിന്റെ സൈഡിൽ AI വന്ന കാരണം ഇപ്പം ഞങ്ങളെപ്പോലത്തുള്ള കുറച്ച് ക്വാളിഫൈഡ് അഡ്വൈസേഴ്സൊക്കെ ഞങ്ങളുടെ ഒരു മൈൻഡ് മാറിയേക്കുന്നത് ഈ ഒരു 20 years 25 years എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കിനെ മാരി ചെയ്ത് നിൽക്കുന്ന ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി. കാരണം ആ കമ്പനി ചിലപ്പോൾ 20-25 വർഷത്തിൽ ചിലപ്പോൾ പിടിച്ചിക്കണം എന്നില്ല. അപ്പൊ നമ്മൾ അതിന്റെ ടൈം ലൈൻ കുറച്ച് മേ ബി അടുത്ത 5 വർഷത്തേക്ക് ഈ കമ്പനി സർവൈവ് ചെയ്യില്ലയോ എന്നുള്ളൊരു മൈൻഡിലേക്ക് ചിന്തിച്ചു തുടങ്ങി. കാരണം എപ്പോൾ വേണേലും കമ്പനി ബാങ്ക്രപ്റ്റ് ആയി പോവാം. അപ്പോൾ അത് എന്നിലുണ്ടാക്കിയേക്കണ, എന്നെ പോലെ ഒരുപാട് പേരെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാവും ഡെഫിനറ്റ്ലി. എന്നിലുണ്ടാക്കിയേക്കണ ഒരു മൈൻഡ് ഡിഫറൻസ് അതാണ്. പണ്ട് ഞാനിപ്പോൾ പ്രശാന്തിനാണ് ഒരു സ്റ്റോക്ക് അഡ്വൈസ് ചെയ്യുക, ആ കമ്പനി ഒരു ഹ്യൂജ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോകണം, അടുത്ത 2040 ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യും എന്നുള്ള ഒരു പ്രഡിക്ഷൻ മോഡലൊക്കെ വെച്ചിട്ടായിരിക്കും ഞാൻ ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ നോക്കണത് ഇപ്പോൾ 2026 ആണെങ്കിൽ 2031 വരെയെങ്കിലും ആ കമ്പനി പിടിച്ച് നിൽക്കട്ടെ എന്ന രീതിയിലാണ് ഞാൻ നോക്കണം. കാര്യം അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് സ്റ്റെപ്സ് ഞാൻ എടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ ആ കമ്പനി ബാങ്ക്രപ്റ്റ് ആയി കഴിഞ്ഞാൽ പ്രശാന്തിന്റെ ആ ഇൻവെസ്റ്റ്മെന്റ് ചിലപ്പോൾ ലോസിലേക്ക് പോവാം. അപ്പൊ അത് ആക്ച്വലി എനിക്കത് ഒരു ബ്ലാക്ക് പോയിന്റ് ആണ്. അപ്പൊ അത് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ മോഡൽസും സ്റ്റാർട്ട് ചെയ്ത്, ഇപ്പൊ നമുക്ക് ഈ പറയുന്ന സ്ക്രീനർ മോഡൽസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു AI കാരണം എന്റെ സൈഡിൽ ഉണ്ടായ ഒരു ചേഞ്ച് അതാണ്. സത്യമാണ്. AI കാരണം പലർക്കും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല കാര്യങ്ങൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങളാണെങ്കിലും ഒരു സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ചെയ്ത സ്ക്രിപ്റ്റ് ആണെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ട് AIയോട് ചോദിക്കുക എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന പ്രശ്നങ്ങൾ. അത് പറയുന്നത് ഒരു 80% പൊട്ടത്തരമായിരിക്കും. കാരണം അവർക്ക് അറിയാവുന്ന നോളജ് ഭയങ്കര വാസ്റ്റാണ്. അതായത് കിടിലൻ ഒരു സ്ക്രിപ്റ്റ് അവർക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ. പക്ഷെ അവർ പറയുന്ന ഒരു 1-2 പോയിന്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഓക്കെ അത് നല്ലതാണ്, ഇങ്ങനെ ആക്കാം എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. AIയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാവരും തീർച്ചയായും. ഇപ്പൊ സ്ക്രിപ്റ്റിനാരും പറഞ്ഞല്ലോ, ഇപ്പൊ എനിക്ക് നിങ്ങളെപ്പോലുള്ള ആൾക്കാരോടൊരു ബഹുമാനം തോന്നിയത് ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഇതൊക്കെ എടുത്തു തുടങ്ങിയതിന് ശേഷമാണ്. കാരണം ഈ സ്ക്രിപ്റ്റ് വായിച്ച് പഠിച്ച് മനപ്പാഠം പഠിച്ച് അത് വീണ്ടും പറയുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട്.
ആൻഡ് ഈ ഓരോ ടേക്ക് എടുക്കുക വീണ്ടും ടേക്ക് എടുക്കുക. അപ്പൊ ചില ഇൻഫ്ലുവൻസേഴ്സിനോട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ബഹുമാനം ഭയങ്കര ബഹുമാനം, എനിക്ക് ഭയങ്കര സിനിമക്കാരോടും ഭയങ്കര ബഹുമാനം. സത്യം ഇൻഫ്ലുവൻസേഴ്സ് പോട്ട് ഈ സിനിമക്കാരോ എത്ര ടേക്ക് വീണ്ടും 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 എടുത്തു കഴിയുമ്പോഴത്തേന് അവര് അവശ്യരാകും. അതെ, അത് മാത്രമല്ല അവർ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്ക്രിപ്റ്റ് തരാണെങ്കിൽ ആ സ്ക്രിപ്റ്റ് പഠിച്ച് പറഞ്ഞാൽ മതി. പക്ഷെ സിനിമക്കാരൻ ഈ സ്ക്രിപ്റ്റ് പറയും വേണം, എൻ്റെ ഒപ്പം അഭിനയം വരണമല്ലോ, എനിക്ക് അഭിനയിക്കണ്ടല്ലോ. അപ്പൊ അവരോടൊക്കെ ഒരു ബഹുമാനം തോന്നിയത്. എനിക്ക് സിനിമയായിട്ട് യാതൊരു ആക്ച്വലി ലിങ്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇൻവെസ്റ്റിംഗിൽ ഇപ്പൊ പറഞ്ഞ പോലെ സിനിമക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഞാൻ വേറൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ച സംഭവം. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കേട്ടിട്ടുള്ളതാണ്, കറക്റ്റായിട്ടുള്ള ഇതറിയില്ലെങ്കിലും എന്ന് വെച്ചാൽ ഈ സിനിമാക്കാർ തുടക്കത്തിൽ വരുന്ന പുതിയതായിട്ടൊരു നടൻ വന്ന് അല്ലെങ്കിൽ നടി വന്ന് അവർക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടി. അപ്പോഴത്തേന് തന്നെ അവർ നല്ലൊരു ലൈഫ് സ്റ്റൈൽ ജീവിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ആ ഒരു ലൈഫ് സ്റ്റൈൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത സമയത്ത് അവർ പല ഇല്ലീഗൽ ബിസിനസ്സിലേക്കും പല ഇതിലേക്കും പോകുന്നുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ എന്തെങ്കിലും ഇപ്പം ബാലുവിന് ഏറ്റവും കൂടുതൽ ഉള്ള ക്ലയൻസ് സിനിമക്കാരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ എന്താണ് ഇതിനകത്ത് ആ ഒരു പ്രോബ്ലം ആക്ച്വലി ഭയങ്കര എവിഡൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ലെവലിൽ നിൽക്കുന്ന ഒരാളായിരിക്കും ചിലപ്പോൾ സിനിമയിൽ പെട്ടെന്ന് ഒന്ന് ഫേമസ് ആവണത്. അപ്പോൾ ഒബ്വിയസ്ലി ഫസ്റ്റ് തന്നെ അവർ ചേഞ്ച് ചെയ്യുക, അവരുടെ ലൈഫ് സ്റ്റൈലും കൂടെ അപ്ഗ്രേഡ് ചെയ്യും എന്നുള്ളതാണ് അവരുടെ ചേഞ്ച് വരുന്നത്. അത് സിനിമ മാത്രമല്ല, ഈവൻ സ്പോർട്സ് പീപ്പിളും എല്ലാവരും അങ്ങനെ ചെയ്യണം. കാരണം അവരുടെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് കൊണ്ടാണ് അവർക്ക് കംപ്ലീറ്റ് ഒരു എമൗണ്ട് കിട്ടിയെന്നും ഒക്കെ അവർക്ക് അറിയാം. അപ്പൊ അത് അവരുടെ ഒബ്വിയസ്ലി ഷോ ഓഫ് കാണിക്കണമല്ലോ. അത് തെറ്റ് പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഇസ് ബിക്കോസ് ഇപ്പോൾ ഒരാൾക്ക് 2 കോടി രൂപയുടെ ഒരു പേ ഔട്ട് കിട്ടി. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ഒരു 10,000 രൂപയുടെ റെന്റിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് എന്തായാലും മാറണം. കാരണം അവരുടെ ലൈഫ് സ്റ്റൈല് അതനുസരിച്ച് മാറിക്കഴിഞ്ഞു. പക്ഷെ ഞാൻ ഇപ്പോൾ അങ്ങനത്തെ ഒരാളുടെ അടുത്ത് ഞാൻ ആദ്യമേ പറയാൻ തന്നെ, നിങ്ങൾക്കൊരു പേ ഔട്ട് കിട്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് നിങ്ങൾക്കൊരു പർട്ടിക്കുലർ പ്രൊജക്ട് കോൺട്രാക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പഴയ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ മാറിയിട്ടില്ല. നിങ്ങളുടെ മൈൻഡ് മാറാൻ ശ്രമിക്കണേ ഉള്ളൂ അല്ലേ? അപ്പൊ മാറുന്നതിന് മുമ്പ് തന്നെ കുറച്ച് എമൗണ്ട് നിങ്ങൾ മാറ്റി വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കുക. ബാക്കി എമൗണ്ട് വെച്ച് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ പിന്നെ അപ്ഗ്രേഡ് ചെയ്തോ. അപ്പൊ ഞാൻ 2 കോടി രൂപ വെച്ചില്ലെങ്കിൽ 2 കോടി നിങ്ങൾ 50 ലക്ഷം രൂപ മാറ്റി വെച്ചു എന്ന് വെച്ചാൽ ഇൻവെസ്റ്റിംഗ്, പിന്നെ 1.5 കോടിയുടെ ലൈഫ് സ്റ്റൈൽ പിടിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ 2 കോടിയുടെ കാണണ്ട, 1.5 കോടിയുടെ ലൈഫ് സ്റ്റൈൽ പിടിക്കുക. പിന്നെ നിങ്ങൾ നാളെ സിനിമ ചിലപ്പോൾ എല്ലാവർക്കും ഒരു അപ്പ് ആൻഡ് ഡൗൺ ഫേസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഡൗൺ ഫേസിലേക്ക് വരുന്ന സമയത്താണ് ഇവർ ഇല്ലീഗൽ കാര്യങ്ങളിലേക്ക്. അതെ അതെ, ഒരുപാട് പേര് പല നടിമാരുടെയും കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ അവര് വേറെ പല രീതിയിലേക്കും പോകാൻ കാരണം എന്ന് പറയുന്നത് ഇവർക്ക് ഈ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പൈസ വേണം. അപ്പോൾ സിനിമ ഇല്ലെങ്കിൽ പിന്നീട് വേറെ എന്തെന്നുള്ള ചിന്തയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ അത് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ ഉള്ളതും ഇതുപോലത്തുള്ള ഹൈ പെർഫോമേഴ്സിന്റെ ഇടയിലാണ് ഡിപ്രഷൻ ഉള്ളത്. പെർഫോം ചെയ്യാത്ത ഒരാളുടെ ഇടയിൽ ഡിപ്രഷൻ ആവശ്യമില്ല അല്ലെ? അപ്പൊ അവർക്ക് വരുന്ന ഡിപ്രഷൻ ടോട്ടലി നാച്ചുറൽ ആണ്. എല്ലാ പെർഫോമേഴ്സിനുള്ള ഒരു സൈഡ് പ്രൊഡക്റ്റ് ആണ് ഡിപ്രഷൻ. അപ്പോൾ ഒരു സിനിമ കുറച്ച് നാളത്തേക്ക് ഒരു സിനിമയോ പ്രൊജക്റ്റോ ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർ അവരെ പറ്റി മോശം പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ? പിന്നെ അവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ വഴി കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ഇല്ലീഗലാണോ ലീഗലാണോ നമുക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾ ആ ഒരു സൈഡിൽ നിന്ന് നിങ്ങളുടെ ഒരു സേഫ്റ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ഒരു വരുമാനം വരും. അപ്പൊ നിങ്ങളുടെ ഡിപ്രഷൻ മാറാനായിട്ടുള്ള വരുമാനം നിങ്ങൾക്ക് അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ബാക്കി പ്രൊജക്ട്സ് നിങ്ങളുടെ അതെല്ലാം മെറിറ്റിലാണ്. നല്ല കഴിവുള്ള ആൾക്കാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വർക്ക് വരും. അപ്പൊ പിന്നെ അതവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഈ ഫോക്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ആൾക്കാരുടെ ഈ അപ്രൈസിങ് വരുന്ന ആൾക്കാരുടെ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ചെയ്തു കൊടുക്കാം. മനസ്സിലായി. ഇപ്പം എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്ന് പറയാം എന്ന് വെച്ചാൽ, ഇപ്പം ഈ സിനിമ ഫീൽഡിലേക്ക് വരുന്ന ആൾക്കാർക്ക് അവർക്ക് സാലറി കിട്ടി അല്ലെങ്കിൽ അവർ പെട്ടെന്ന് ഫേമസ് ആയി, അവർ സിനിമ ഫീൽഡിലേക്ക് വരുന്ന ആൾ ഒരു ഫേമസ് ആകുമ്പോൾ കിട്ടുന്ന എമൗണ്ട്, ആ എമൗണ്ട് കാരണമാണ് അവരെന്താ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആക്കുന്നത്. ആ ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ആക്കി കഴിഞ്ഞിട്ട് അവർക്ക് പ്രൊജക്റ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവർക്ക് താഴേക്ക് വരാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ അവർക്ക് ആദ്യമേ കിട്ടുന്ന പേ ഔട്ടിൽ നിന്ന് തന്നെ ഒരു നല്ല എമൗണ്ട് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. ആ ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് വേറെ പ്രൊജക്റ്റോ കാര്യങ്ങളോ വരാത്ത സമയത്ത് ഹെൽപ്ഫുൾ ആകും. ആ പൈസ എടുത്ത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേറെ ഇത് എന്ത് സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം സിനിമ ആയിക്കോട്ടെ സ്പോർട്സ് പീപ്പിൾ ആയിക്കോട്ടെ, അവർ ഒബ്വിയസ്ലി ഒരുപാട് എമൗണ്ട് ലോൺ എടുത്തിട്ടും പല കാര്യങ്ങളും എടുക്കാറുണ്ട്. അപ്പൊ ലോൺ എടുക്കണോണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ ലോണിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചടക്കണം. അപ്പൊ നമുക്ക് തിരിച്ചടക്കണമെങ്കിൽ അവിടെ ഒരു വരുമാനം ഇല്ലാണ്ട് നമുക്ക് തിരിച്ചടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനൊക്കെയാണ് ആക്ച്വലി സൊല്യൂഷൻ. നമ്മൾ സൈഡിൽ നിന്ന് ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു അഡീഷണൽ ഇൻകം സോഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ അഡ്വാൻറ്റേജ് അതാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈമറി ഇൻകം നിങ്ങൾക്ക് റിസൾട്ട് തരുന്നില്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് വരുന്ന ഇൻകം എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ലോൺ അടയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പല ചെലവുകളും വീട്ടിൽ പോവാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് മെയ്ഡ്സ് ഒക്കെ വേണ്ടി വരും, ഒരുപാട് ഹെൽപ്പേഴ്സ് വേണ്ടി വരും, അവർക്കൊക്കെ ശമ്പളം കൊടുക്കണമല്ലോ. അപ്പൊ അതൊക്കെ ഇതിൽ നിന്ന് അങ്ങോട്ട് സൈഡിലായിട്ട് പോയിക്കോളും. അപ്പൊ നിങ്ങളുടെ തന്നെയാണ്
അതായത് വേറെ പുറത്തുനിന്നൊന്നല്ല, ഓക്കെ നിങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കിയ ക്യാപിറ്റൽ വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഫർദർ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഓക്കെ മനസ്സിലായി. നമ്മൾ ഇതുവരെ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പറഞ്ഞത്, പക്ഷേ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ എല്ലാവരും കുറച്ചുമേ പറഞ്ഞ പോലെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ഒരു ഓപ്ഷൻ ട്രേഡിങ്ങുമാണ്. അപ്പോൾ ആ ട്രേഡിങ്ങിലേക്ക് പോകുന്നതിനെ പറ്റി ബാലുവിൻ്റെ ഒരു അഡ്വൈസ് എന്താണ്? ട്രേഡിങ് ചെയ്യണോ അതോ ഇൻവെസ്റ്റ് ചെയ്യണോ? ട്രേഡിങ്ങിലേക്ക് പോണത് എന്നെ സംബന്ധിച്ച് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ. കാരണം എന്താണ് ഇതിനകത്ത് വരാൻ പോണ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് അവർക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും. ഇതിൽ കൂടുതലൊന്നും വരാനില്ല എന്ന് അവർക്ക് ആദ്യമേ തന്നെ അറിയാൻ പറ്റും. ഓക്കെ. കാരണം നമ്മളൊരു ഇപ്പം ഞാൻ ചെറുതിലെ പ്രിൻസ് ഓഫ് പെർഷ്യ എന്ന് പറഞ്ഞൊരു ഗെയിം കളിച്ചിട്ടുണ്ട്. ഓക്കെ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അന്ന് കമ്പ്യൂട്ടറിലുള്ളൊരു ഗെയിമാണ്. അപ്പോൾ അതിനകത്ത് നമ്മളെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറഞ്ഞൊരു സ്കെലിറ്റനാണ്. കാരണം സ്കെലിറ്റൻ വന്നിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ പിള്ളേർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, പക്ഷെ അന്ന് ആ സ്കെലിറ്റനെ കാണുമ്പോൾ നമുക്ക് പേടിയാണ്. അത് കുഴപ്പമില്ല, ഞങ്ങൾ മുകളിൽ കൊടുത്തേക്കാം, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ. അപ്പോൾ ആ സ്കെലിറ്റനെ കാണുമ്പോൾ നമുക്ക് പേടിയാണ്. ശരിക്കും നമുക്ക് ഇമോഷണലി ഭയങ്കര പേടിയാണ് വരണത്. ഓക്കെ. കാരണം അതാണ് അതിനകത്ത് ഏറ്റവും വലിയ വില്ലൻ. ഓക്കെ. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ വില്ലൻ. അപ്പോൾ സ്കെലിറ്റനെ നമ്മൾ തോപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് സേഫായി എന്നുള്ളൊരു ഫീലിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഡേഞ്ചർ കിടക്കുന്നത് ഓപ്ഷൻസിലാണ്, ഓപ്ഷൻ ട്രേഡിങ്ങിലാണ്. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ അത് സത്യമാണ്, അത് മാസ്റ്റർ ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷെ മാസ്റ്റർ ചെയ്യാൻ ഭയങ്കര പാടാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ സെബിയാണോ പുറത്ത് വിട്ടത് 89% ട്രേഡേഴ്സും ലോസ് ആണ് ഉണ്ടാക്കുന്നത് എന്നൊരു റിപ്പോർട്ട്. സെബിയാണോ എന്ന് കറക്റ്റ് അറിയില്ലെങ്കിലും അങ്ങനെ ഒരു റിപ്പോർട്ട് ഞാൻ കേട്ടായിരുന്നു. അപ്പം അത്രയും ആൾക്കാർ ലോസ് അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം ആ ഒരു ഫീൽഡിലേക്ക് പല ഇൻഫ്ലുവൻസേഴ്സും ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിലും അവർക്ക് ഇതിൻ്റെ റിയാലിറ്റി അറിയാതെ കുറേ ആൾക്കാർ പൈസ പോകുന്നുണ്ട്. കാരണം ഇത് പറയാൻ കാരണം എൻ്റെ പൈസ പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഇതിനെപ്പറ്റി വലിയ നോളജ് ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചിട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷേ എങ്കിലും കുറേ കാര്യങ്ങൾ ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾ വിചാരിച്ച പോലല്ല കുറേ പൈസ പോകും എന്നുള്ള സംഭവം. ആ ഒരു നോളജ് ഇല്ലാതെ കുറേ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. ഞാൻ ഒന്ന് തിരിച്ചു ചോദിച്ചോട്ടെ, നമ്മുടെ എത്ര ശതമാനം ആൾക്കാരാണ് ലോട്ടറിയിൽ വിജയിക്കണേ എന്ന് ചോദിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പെർസെൻറ്റേജ് ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. കാരണം എല്ലാ ഫീൽഡിലും എല്ലായിടത്തും നമ്മുടെ പണ്ടൊരു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു തിയറി, ഇത് ഈ കമ്പ്യൂട്ടറൊക്കെ വന്നതിന് മുമ്പുള്ളൊരു തിയറിയാണ് അല്ലേ. അതും ബേസിക്കലി പോയിന്റ് ഔട്ട് ചെയ്യുന്ന നമ്പേഴ്സും ഏകദേശം ഇങ്ങനെ തന്നെയാണ്. 93-94% മാത്രമാണ് 94% ആൾക്കാർ ലോസ് ആക്കും എന്നുള്ളതാണ്. ബാക്കി 6-7% ആണ് ശരിക്കും വിന്നിങ് പെർസെൻറ്റേജ് ഉള്ളൂ. അത് എല്ലായിടത്തും അതെ. എഡ്യൂക്കേഷനിലായിക്കോട്ടെ, നിങ്ങൾ വർക്ക് പ്ലേസിലായിക്കോട്ടെ, 7% ആൾക്കാർ മാത്രമാണ് ക്രീം ലെയറിലേക്ക്, ഏറ്റവും ടോപ്പ് ലെയറിലേക്ക് പോയി അവരുടെ മൈൻഡിൻ്റെ ഫുൾഫിൽമെൻറ്റോടെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ്. 7% ബിസിനസ്സുകളിൽ മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ. ഇതിങ്ങനെ ഒരു ബോഡി ഒരു സ്റ്റഡി ചെയ്തുകൊണ്ട് ആ റിപ്പോർട്ട് ഫേമസ് ആണ്. ട്രേഡിങ്ങിൽ അത് ഇന്ത്യയിലുള്ള പ്രശ്നമാണോ? അല്ല, വേൾഡ് ഓവർ അത് തന്നെ പ്രശ്നം. ഇപ്പോൾ US മാർക്കറ്റിലും ട്രേഡ് ചെയ്യണേൽ 7% ആൾക്കാരെ പ്രോഫിറ്റബിൾ ഉള്ളൂ. ബാക്കി 93% ആൾക്കാർ ലോസ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സ്റ്റഡി റോങ് ആണെന്ന് ഞാൻ പറയുന്നില്ല, സ്റ്റഡി കറക്റ്റ് ആണ്. പക്ഷെ ആ സ്റ്റഡി ആ ഒരു ആംഗിളിൽ നിന്ന് മാത്രം വെച്ച് കാണണ്ട. അത് ഈ ഒരു ആംഗിൾ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എന്ന് വെച്ചാൽ സത്യമാണ്, ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചു, അത് എത്ര ആൾക്കാർ എഞ്ചിനീയറിംഗ് ചെയ്യുന്നുണ്ട്, ഇതിലുപരി എഞ്ചിനീയറിംഗ് സക്സസ് ഉണ്ടാക്കുന്നുണ്ട്, അവർ വിചാരിച്ച രീതിയിൽ എമൗണ്ട് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പൈസ സമ്പാദിക്കുന്നുണ്ട്. അത് സത്യമാണ്. ഞാൻ ഈ 7% കാര്യം പറഞ്ഞല്ലോ, അത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സ്റ്റാൻഡ് അലോൺ ബോഡി. ഞാൻ ഈ 7%, 6% റെസ്പെക്ട് ചെയ്യുന്ന ഒരു ബോഡി ഞാൻ പറഞ്ഞു തരട്ടെ. UGC നെറ്റ്. UGC നെറ്റിൽ 6% ആൾക്കാർ മാത്രമേ ക്വാളിഫൈ ചെയ്യത്തുള്ളൂ. 94th percentile ഓർ ഹയർ. കാര്യം ഇത് പറയാൻ കാര്യം ഞാൻ UGC നെറ്റ് ക്വാളിഫൈ ചെയ്ത 94th percentile ഓർ ഹയർ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ UGC നെറ്റ് ക്വാളിഫൈ ആവുന്നുള്ളൂ. അപ്പോൾ 100 പേര് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ 6 പേരെ പാസ്സാവുന്നുള്ളൂ. സെയിം അല്ലേ? റിസൾട്ട് സെയിം ആണ്. അപ്പോൾ എന്തിനാണ് ആ 6 പേരെ പാസ്സാക്കുന്നത്? കാരണം ദി ബെസ്റ്റ് ആൾക്കാർ പുറത്ത് വരണം. അവർ നാളെ പോയി അക്കാഡമിഷ്യൻസ് ആവണം. അവർ നാളെ നല്ല കാര്യങ്ങൾ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഈ പ്രൊഫസേഴ്സ് ആവാനായിട്ടുള്ള എക്സാമാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ അവർ നാട്ടുകാർക്ക് നല്ലത് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഈ 6% ഇത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സെബിയുടെ ഇങ്ങനത്തെ റൂൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ റൂൾ എവിടെ വെച്ചാലും ആ ഒരു ട്രേഡറായി മാറാൻ പ്രശാന്തിന് പറ്റുമോ? അതിൻ്റെ ഹാർഡ് വർക്ക് എഫേർട്ട് ഇടാൻ പ്രശാന്തിന് പറ്റുമോ എന്നാണ് ഞാൻ അങ്ങോട്ട് തിരിച്ചു വയ്ക്കുന്നത്. മനസ്സിലായി. എന്ന് വെച്ചാൽ ഇപ്പം ട്രേഡ് ചെയ്യാൻ വരുന്ന എല്ലാവർക്കും സക്സസ് ആകില്ല, പക്ഷെ അവരത് നല്ലപോലെ കഷ്ടപ്പെടുവാണെങ്കിൽ സക്സസ് ആകും എന്നാണ് ബാലു പറയുന്നത്. അല്ല, യു ഹാവ് ടു ഡു വാട്ട് ഇറ്റ് ടേക്സ്. എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ചെയ്യണം. ഇപ്പോൾ 12ാം ക്ലാസ് പാസ്സാവണമെങ്കിൽ നമ്മൾ 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും 8ാം ക്ലാസ് ഒക്കെ പഠിക്കണം. എന്നാൽ പോയിട്ടാണ് നമുക്ക് നേരെ പോയി 12ാം ക്ലാസ്സിൽ ഞങ്ങൾ നേരെ ഒന്ന് പാസ്സായിക്കോളാം എന്ന് പറഞ്ഞാൽ സിസ്റ്റം സമ്മതിക്കില്ല. അപ്പോൾ അതിനൊരു പ്രോഗ്രാം ഉണ്ട്, ഒരു പർട്ടിക്കുലർ പാത്ത് വേ ഉണ്ട്.
അതിലൂടെ പോയാൽ മാത്രമാണ് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അത് ചെയ്യണം. ഓക്കെ, മനസ്സിലായി. അത് സത്യത്തിൽ നല്ലൊരു പോയിന്റ് ആയിരുന്നു കേട്ടോ. അടിപൊളിയല്ലേ? അതെ, ആ ഒരു രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നത്. അല്ല, സത്യമാണ്. ഇപ്പൊ JEE അഡ്വാൻസ് അല്ലെങ്കിൽ നീറ്റൊക്കെ എഴുതുന്ന ആൾക്കാർ എത്ര പേര് പാസ്സാകുന്നുണ്ടായിരിക്കും? ചിലപ്പം 1% 2% ഒക്കെ ആൾക്കാരായിരിക്കും ചിലപ്പം അതിലേക്ക് എത്തുന്നത്. എന്ന് വെച്ചിട്ട് ആൾക്കാർ ചെയ്യുന്നില്ലല്ലോ. ആ ഒരു സക്സസ് എത്താൻ പറ്റുവാണെങ്കിൽ ഭയങ്കര സക്സസ് ആകും. ആലോചിച്ച് നോക്കുക. കാരണം ഈ 90% ആൾക്കാർ ലോസ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഈ 10% ആൾക്കാർ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് അത്രയും വലുതാണ്. അപ്പോൾ ആ ഒരു 10%ത്തിലേക്ക് എത്താൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് അതുപോലെ കിടിലായിരിക്കും. അതേ ഞാൻ പണ്ടൊരു പുസ്തകം വായിച്ചിട്ടുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. കാര്യം അതിനകത്തൊരു വിന്നേഴ്സ് കേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു തിയറി അവർ അതിനകത്ത് ഭയങ്കരമായിട്ട് പോപ്പുലറൈസ് ചെയ്തു. ഓക്കെ. അതായത് ഒരു കുട്ടി 1 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ സ്കൂളിലെ ടോപ്പറാണ്, 2 ക്ലാസ്സിലും ടോപ്പറാണ്, അങ്ങനെ 10 ക്ലാസ്സും 12 ക്ലാസ്സും എല്ലാം ആ കുട്ടി സ്കൂളിലെ ടോപ്പറാണ്. അപ്പോൾ കുട്ടിയുടെ മൈൻഡിൽ പറയണത് ഞാൻ ഐ എം ദി ബെസ്റ്റ് എന്ന് പറഞ്ഞവർ ആണ് മൈൻഡിൽ വരുന്നത്. പക്ഷെ 12th സ്റ്റാൻഡേർഡിലായപ്പോഴത്തേക്കും അവിടെ ആ ഒരു ഡിസ്ട്രിക്റ്റിൽ കമ്പാരിസൺ വന്നു. അപ്പോൾ ഡിസ്ട്രിക്റ്റിൽ ടോപ്പ് അല്ല, ടോപ്പ് 100-ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേറ്റിൽ വന്നു. സ്റ്റേറ്റിൽ ടോപ്പ് 100-ലല്ല, ടോപ്പ് 1500-ലേ ഉള്ളൂ. നാഷണൽ ലെവൽ വന്നപ്പോഴത്തേക്കും ഒരു മേ ബി ഫസ്റ്റ് 10,000-ലേ ഉള്ളൂ. അപ്പോൾ ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു പ്രോബ്ലം. നമ്മൾ ബാക്കിയുള്ള ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യുന്നു നമ്മുടെ പെർഫോമൻസ്. അപ്പോൾ നമ്മുടെ ആ ഒരു സബ്സെറ്റ് നമ്മുടെ ആ പൊട്ടക്കുളമാണെങ്കിൽ നമ്മളെപ്പോഴും അതിൽ രാജാവായിരിക്കും. പക്ഷെ നമ്മളൊരു പാൻ ഇന്ത്യ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അറിവും അല്ലെങ്കിൽ നമ്മുടെ കഴിവും ചിലപ്പോൾ അത്ര ഉണ്ടാവത്തില്ല. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് ഞാനീ പറയണത്. അല്ലാണ്ട് ആ കുട്ടി അവിടെ ആക്സെപ്റ്റ് ചെയ്യണം, ഓക്കെ ഐ എം 1 in 10,000 എന്ന് പറഞ്ഞാൽ തെറ്റില്ല. 1 in 10,000 എന്ന് പറയുമ്പോൾ ബാക്കി 10 ലക്ഷം ആൾക്കാർ അതിലും താഴെയാണ്. അവിടെ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നമുക്ക് എപ്പോഴും ടോപ്പ് 1-ൽ നിൽക്കണം എന്ന് പറയുമ്പോഴാണ് പല ആൾക്കാർക്കും ഈ ഒരു പ്രോബ്ലം, വിന്നേഴ്സ് കേഴ്സ് വരണേ. അപ്പൊ ഇവരെന്താന്ന് വെച്ചാൽ ഇവര് പെട്ടെന്ന് ഡിപ്രഷനിലേക്കായിട്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നിർത്തിപ്പോണ ഒരു സിസ്റ്റം വരും. അപ്പൊ അതിൽ നിന്നുള്ള സൊല്യൂഷൻ ഈ നമ്പേഴ്സ് ഒന്ന് മനസ്സിലാക്കുക. കാര്യം ഞാൻ ഈ നമ്പേഴ്സ് ഫീൽഡിലാണ്. അപ്പൊ നമ്പേഴ്സ് കുറച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. അതെ, നമുക്ക് കുറച്ച് കറക്റ്റ് കോറിലേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് പലരും നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് നമുക്ക് പലതും പറയാൻ പറ്റുക. എക്സ്പീരിയൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പലപ്പോഴും ഇങ്ങനെ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ആൾക്കാർ കല്യാണം കഴിച്ചു കഴിഞ്ഞാലാണ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ കുറച്ച് ഭാവിയെപ്പറ്റി ചിന്തിക്കുന്നത്. അപ്പം ബാലുവിന്റെ കല്യാണം ഞാൻ കേട്ടിട്ടുണ്ട് ലവ് മാരേജ് ആയിരുന്നു. അതിനെപ്പറ്റി ഒന്ന്. എൻ്റെ മാരേജ് എന്നൊക്കെ പറയുമ്പോൾ അല്ല, അതിനകത്ത് മാരേജ് എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി ഞങ്ങൾക്ക് ഇത് വർക്കൗട്ട് ആവില്ല എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാര്യം സെയിം റിലീജിയൻ എന്നൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എന്നാലും വീട്ടുകാർ സമ്മതിക്കുമല്ലോ എന്നൊക്കെ ഉള്ള ഒരു പേടി ഉണ്ടായിരുന്നു. ഒളിച്ചോടി പോകാൻ വലിയ മൈൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും കൺവിൻസ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയായിരുന്നു മൈൻഡിലും. പുള്ളിക്കാരത്തിക്ക് ഇന്ത്യക്ക് പുറത്ത് പോയി നിന്ന് ആ ടോഫലൊക്കെ പഠിച്ച് IELTS ഒക്കെ പഠിച്ച് വല്ല UK-ലോ US-ലൊക്കെ പോകണം എന്നുള്ളായിരുന്നു ആഗ്രഹം. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇവിടെ നിന്ന് നമ്മുടെ നാടിന് എന്തെങ്കിലും നല്ലത് ചെയ്യണം എന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പോൾ അവസാനം ഇപ്പൊ ഇതിപ്പോ 10-15-16 കൊല്ലമായിട്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞു. പുള്ളിക്കാരത്തി ഇവിടെയാണ്, ഞാനും ഇവിടെ തന്നെയാണ്. അപ്പൊ ഞാൻ അല്ലിക്കായിരുന്നു കുറച്ചും കൂടി നല്ലത് ചിലപ്പോൾ വേറെ രാജ്യങ്ങളൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു വരാന്നുള്ളൊരു തോന്നൽ എനിക്കിപ്പോ ഉണ്ട്. ഓക്കെ. അല്ല, ഞാൻ ചോദിച്ചു വന്നതെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് ബാലു സ്റ്റാർട്ട് ചെയ്ത ഏതൊരു ടൈമിലാണ് ആൾക്കാർ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ ജോലി കിട്ടിക്കഴിയുമ്പോൾ ഉടനെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാറില്ലല്ലോ. പലപ്പോഴും ആൾക്കാർ ചിന്തിച്ച് തുടങ്ങുന്നത് തന്നെ ഒരു ഫാമിലി ആകുമ്പോഴാണ്. പിന്നെ അന്നേരമാണ് ആലോചിച്ച് നോക്കുക, ഇനി എൻ്റെ കുട്ടികൾ വരുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സേവ് ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റ് വരുന്നത് പലപ്പോഴും ആൾക്കാർ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പലരും വിശ്വസിക്കത്തില്ല. അത് കാരണം ഞാൻ പൊതുവെ ആരുടെ അടുത്തും പറയാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് 15 വയസ്സായപ്പോൾ തന്നെ എൻ്റെ ഒരു കസിൻ അന്ന് ICICI പ്രൊഡൻഷ്യലിലെ മാനേജറാണ്. അപ്പോൾ അന്നൊരു യുലിപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ കുറച്ച് എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ആക്ച്വലി എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു സീഡ് എന്ന് പറയാം. ഈ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ രീതിയിലുള്ള ഒരു മൈൻഡ്. അതായത് ഞാനന്ന് ശരിക്കും കോളേജിൽ കയറിയിട്ടില്ല. കോളേജിൽ കയറേണ്ട ഒരു കൊല്ലം മുമ്പാണ്. അപ്പൊ അന്ന് തന്നെ എന്താണ് ഈ ഒരു അപ്പൊ നമുക്കൊരു ഡോക്യുമെന്റ് ഒക്കെ കിട്ടുമല്ലോ. അപ്പൊ അന്ന് ഈ പറഞ്ഞല്ലോ ഗൂഗിളൊന്നും നോക്കി അങ്ങനെയൊന്നും നമുക്ക് നോക്കി എടുക്കാൻ അറിയത്തില്ല. അപ്പൊ നമ്മൾ അതിന്റെ ബാക്കിയുള്ള ആൾക്കാരത്തൊക്കെ ചോദിച്ച് എക്സ്പെർട്ടിൻ്റെ അടുത്തൊക്കെ ചോദിച്ചത് എന്താ സംഭവിക്കുന്നത് എങ്ങനെ. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഇൻട്രസ്റ്റ് വന്നത്. പക്ഷെ ശരിക്കും ഞാൻ ഇൻവെസ്റ്റിംഗിലേക്ക് എൻ്റെ കരിയറിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ ഇത് എൻ്റെ ഒരു ഭാഗമാക്കണം എന്ന് എനിക്ക് ഏറ്റവും വലിയൊരു ഉണർവ് വന്നത് എൻ്റെ ഒരു റൂംമേറ്റിൽ നിന്നാണ്. അന്ന് റൂംമേറ്റ് തന്നെ ഒരു വലിയൊരു ട്രേഡിംഗ് ചെയ്യുമായിരുന്നു.
അന്ന് ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ പോലും ഞങ്ങളുടെ പഠിച്ച കോളേജിൽ നിന്ന് കോളേജ് ജംഗ്ഷനിൽ പോയിട്ട് അപ്പുറത്തൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. ബസ് സ്റ്റാൻഡിന്റെ മുകളിലാണ് ഇവരുടെ ഓഫീസ് ഉള്ളത്, ബ്രോക്കറുടെ ഓഫീസ് ഉള്ളത്. അവിടെ കയറിയിരുന്ന് എന്താണ്ടൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്നെയും കൊണ്ടുപോകായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് ഇത് എന്താണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പുള്ളി ആക്ച്വലി 2011 അൺഫോർച്ചുനേറ്റ്ലി മരിച്ചുപോയി, ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. പക്ഷെ അദ്ദേഹം ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ അക്കംപ്ലിഷ് ചെയ്തതിൻ്റെ ഒരു 100 ഇരട്ടി മുകളിൽ അല്ലെങ്കിൽ 1000 ഇരട്ടി മുകളിൽ അക്കംപ്ലിഷ് ചെയ്തേനെ എന്ന് എനിക്ക് ഗ്യാരണ്ടി ഉണ്ട്. കാരണം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ഒരു ട്രേഡർ അല്ലെങ്കിൽ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള സ്റ്റോക്ക് പിക്കർ ഇദ്ദേഹം തന്നെയാണ്. അപ്പോൾ എൻ്റെ ചെറിയൊരു കരിയറിൻ്റെ ഒരു സക്സസ്സിൽ ഏറ്റവും വലിയ പങ്ക് അല്ല, അതിൽ ഒരു വലിയൊരു പങ്ക് ആക്ച്വലി അദ്ദേഹം അർഹിക്കുന്നുണ്ട്. കാരണം അന്ന് അതിൻ്റെ വില അറിയണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ഞങ്ങൾക്ക് ഒരു മാഗസിൻ വരുമായിരുന്നു. അപ്പോൾ മാഗസിനിൽ നോക്കിയിട്ട് ഈ സ്റ്റോക്ക് 100-200 സ്റ്റോക്കിൻ്റെ ലിസ്റ്റ് ഉണ്ട്. പക്ഷെ ഇതിൽ ഏത് സ്റ്റോക്ക്, ഒബ്വിയസ്ലി ഇതിൽ ഏത് സ്റ്റോക്ക് വാങ്ങിക്കണം എന്നുള്ളതാണല്ലോ പ്രശ്നം. അപ്പൊ ഇത് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന സ്റ്റോക്ക് വാങ്ങിക്കണം എന്ന് ആദ്യമേ എനിക്ക് പഠിപ്പിച്ചു തരികയും, എന്നെ മാത്രമല്ല ഞങ്ങളുടെ റൂംമേറ്റിലുള്ള വേറെ 4-5 പേരെയും പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ വേറൊരാളും നല്ലൊരു ഇൻവെസ്റ്ററായി മാറിയിട്ടുണ്ട്. ആരും പേരോടെ പറയാൻ പറ്റത്തില്ല. പക്ഷെ ബാക്കിയുള്ള 2-3 പേര് പ്രത്യേകിച്ച് എത്താൻ പറ്റിയിട്ടില്ല. ഓക്കെ, അത് നോർമലാണ്. കുറച്ചും പറഞ്ഞ പോലെ ആകെ എത്ര ശതമാനം ആൾക്കാരെ എത്തുന്നത്, 90% ആൾക്കാർ ഫെയിൽ ആകും. പക്ഷെ ഇത് 50% ആൾക്കാർ വിജയിച്ച് 50 ഫെയിൽ ആകും. അത് തന്നെ വലിയ. ഞങ്ങളുടെ ഒരു അത്രയും റൂംമേറ്റ്സിൽ 3 പേര് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. 3 പേരും വെൽ ഓഫ് ആണ്. അവർക്ക് നല്ല ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോസ് ഉണ്ട്. അപ്പൊ അതിൽ വെരി ഗ്ലാഡ്. ഓക്കെ, അതാണ് ഞാനിപ്പം ചിന്തിക്കുന്ന വേറൊരു സംഭവം ഇതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കോളേജിൽ, സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ഒന്നും പറയുന്നില്ല. നമുക്കിപ്പം ഇൻ്റഗ്രേഷൻ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും, ഡിഫറൻഷിയേഷൻ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ടാക്സ് എങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ ITR എങ്ങനെ ഫയൽ ചെയ്യണം, അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഇൻവെസ്റ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ബേസിക് ഐഡിയ പോലും ആൾക്കാർക്കില്ല. ചിലപ്പം ബാലുവിന് ഒരു പക്ഷേ ഇത്രയും നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും പൈസ സമ്പാദിക്കാനും പല ആൾക്കാരെയും ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് പൈസ അവരുടെ ഓൾഡ് ഏജ് പൈസ അവർക്ക് സ്വയം എടുക്കാൻ പറ്റുന്ന രീതിയിൽ എത്തിക്കാൻ കാരണമെന്ന് വെച്ചാൽ ബാലുവിന് കൊച്ചിലേ തന്നെ കിട്ടിയ ഈ ഒരു എക്സ്പോഷർ ആയിരിക്കാം. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ ആ ഒരു ചെറിയ നോളജ് പിന്നീട് അതിനെപ്പറ്റിയുള്ള ഇൻട്രസ്റ്റ്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ആലോചിച്ച് നോക്ക്, ഏത് സ്കൂളിൽ എന്താ ഒന്നും പഠിപ്പിക്കുന്നേ ഇല്ല. അപ്പം ഒരു കുട്ടിക്ക് ഈ ഒരു ഫീൽഡിലേക്ക്, അല്ലെങ്കിൽ കുട്ടിക്ക് ഈ ഒരു ഫീൽഡിലേക്കല്ല, ഒരു കുട്ടിക്ക് ഇതിനെപ്പറ്റി ഒരു നോളജ് എങ്കിലും കിട്ടാൻ വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ ഇപ്പം ചിന്തിക്കാറുണ്ട്. ഒരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഞാൻ അതിന് ഒരു എനിക്ക് പെർഫെക്റ്റ് ആൻസർ എനിക്കില്ല. എനിക്ക് ചിന്തിക്കാവുന്ന 1-2 പാത്വേസ് ഞാൻ വേണമെങ്കിൽ ഒന്ന് ആലോചിച്ച് പറയാം. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷെയർസ് ആയിക്കോട്ടെ, ഇത് എന്തൊക്കെയാണ്, മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ, ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഇവർക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുകയെന്ന് വിചാരിക്കാം. അത് ആർക്ക് കിട്ടണം? ഈ 14-15 വയസ്സുള്ള ആൾക്കാർക്ക് കിട്ടണം. ഇപ്പം എനിക്ക് കിട്ടിയ ആ ഒരു 15-16 വയസ്സ് അവിടെ കിട്ടുകയാണെങ്കിൽ അവർക്ക് അവിടെ ഒരുപാട് സമയമുണ്ട്. അവർ എന്തെങ്കിലും പഠിക്കണ ലേണിംഗ് മൈൻഡിലാണ്. അപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യുകയും ഒക്കെ, അവർക്ക് ഇനി ഒരു 5-6 വർഷം ഇനിയും സമയമുണ്ട് അവർക്കൊരു ജോലി കിട്ടണ വരെ. ആ ടൈമിൽ അവർക്കൊരു മണി എക്സ്പേർട്ടായി മാറാൻ പറ്റും. എന്നിട്ട് അവർക്കൊരു ശമ്പളം കിട്ടുന്ന സമയത്ത് അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ഓൾറെഡി ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. റൈറ്റ്. അപ്പോൾ അവർക്കത് റിസർച്ച് ചെയ്യാൻ പറ്റണം. അപ്പോൾ റിസർച്ച് ചെയ്യാനായിട്ട് ഇപ്പം ഞാനിപ്പോൾ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ യൂട്യൂബിലും ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടന്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയൊരു വർക്ക്ഷോപ്പ് ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ട്. മേ ബി ഒരു 8 hours ഒരു വർക്ക്ഷോപ്പ്. ഓക്കെ, പെർഫെക്റ്റ്. അത് തീർച്ചയായും വേണം. കാരണം ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് ആലോചിച്ച് നോക്ക് ബാലു, അത് തീർച്ചയായും ചെയ്യണമെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ആ ഒരു നോളജ് കിട്ടിയേ പറ്റുള്ളൂ. കൊച്ചിലേ തൊട്ടേ അവർക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത് സൊസൈറ്റിയോട് ബാലുവിന് വലിയൊരു കാര്യം. എനിക്ക് ടീച്ചിങ് എന്ന് പറഞ്ഞ പ്രൊഫഷൻ എനിക്ക് അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ അമ്മ ടീച്ചറായിരുന്നു, വൈസ് പ്രിൻസിപ്പൾ ആയിരുന്നു സ്കൂളിൽ നിന്ന്. ചിലപ്പോൾ അപ്പൊ അതിന്റെ ഒരു ചിലപ്പോൾ ഒരു സീഡ് ചിലപ്പോൾ ഉള്ളതുകൊണ്ടായിരിക്കാം കറങ്ങി തിരിഞ്ഞപ്പോൾ ടീച്ചിങ് ഫീൽഡിലേക്ക് തന്നെ തിരിച്ചു വന്നത്. കാരണം അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഒരു കുട്ടി ആയിക്കോട്ടെ, ഇപ്പോൾ 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. കറക്റ്റ് ടൈമാണ്, കറക്റ്റ് പരിവാണ്, അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നുള്ളത് ഞാനൊരു 8 hours ഒരു വർക്ക്ഷോപ്പ് കൊടുക്കാമെന്ന് വിചാരിക്കുക. ഒരു നോമിനൽ എമൗണ്ട് എനിക്ക് എത്രയാണെന്ന് അറിയില്ല. മേ ബി അത് ഡിപ്പെൻഡിങ് ഓൺ മെനി അതർ. തീർച്ചയായും പൈസ വേണമെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. അതിപ്പോൾ 1 രൂപയാണെങ്കിൽ എത്ര ആണെങ്കിലും അതെനിക്കറിയില്ല, അത് ബാലു തീരുമാനിക്കേണ്ടതാണ്. പക്ഷെ പൈസ എന്തായാലും വേണമെങ്കിൽ അവർക്ക് അതിനൊരു വാല്യൂ കൊടുക്കുള്ളൂ. അവർ അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ചിന്തിക്കുള്ളൂ. സീരിയസ് ആയിട്ട് ചിന്തിച്ചാലേ ആ പൈസ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ സീരിയസ്നെസ് മനസ്സിലാവും. അതെ, അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ ടൈമിൽ നല്ല അറ്റൻറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. 11th എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും എത്ര വേണേലും ഡിഫറൻഷിയേഷൻ, തേർഡ് ഓർഡർ ഡിഫറൻഷിയേഷൻ പറഞ്ഞാൽ അവർ ചിലപ്പോൾ ചെയ്തു തരും. അപ്പോൾ അതൊക്കെ അത്രയും കഴിവുള്ള ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ ഇതിനെപ്പറ്റി ആ സീഡ്സ് കിട്ടുകയും
പിന്നെ അവർക്ക് ടൈം കിട്ടുന്ന സമയത്ത് അവർ ചാറ്റ് GPT അല്ലെങ്കിൽ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിക്കോട്ടെ, പഠിച്ചോട്ടെ. അവിടെ നിന്ന് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യും, നല്ലൊരു ജനതേനെ വാർത്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഫീലിംഗ് എനിക്കുണ്ട്. തീർച്ചയായും നമുക്ക് എന്തായാലും ചെയ്യാം. നമ്മൾ തിരിച്ച് ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരികയാണെങ്കിൽ ബാലുവിൻ്റെ ഒരു സ്കില്ല് ഞാൻ ഒബ്സർവ് ചെയ്തതെന്ന് വെച്ചാൽ, ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് ഈയിടെ ഓർഗനൈസ് ചെയ്ത മനോരമയുടെ ബാലു ആയിരുന്നല്ലോ. എന്ന് വെച്ചാൽ കുറേ ആൾക്കാരെ കൂട്ടി ജനങ്ങളിലേക്ക് കുറേ ഇൻവെസ്റ്റ്മെന്റിന്റെ അഡ്വൈസ് കൊടുക്കുക എന്നൊരു സംഭവം. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് ആൾക്കാരിലേക്ക് ഇൻവെസ്റ്റ്മെന്റിന് എത്തണം എന്ന് ചിന്തിക്കാൻ, അത്രയും ഡീപ്പായിട്ട് ചിന്തിക്കാൻ എന്തെങ്കിലും പർട്ടിക്കുലർ കാരണമോ എന്തെങ്കിലും? അതിന് ഒരു മേജർ കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റലായിട്ടുള്ള അറിയപ്പെടുന്ന എവിടെയാണ്? ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എവിടെയാണ്? മുംബൈ ആണ്. കേരളം, കൊച്ചി എന്നൊക്കെ നമുക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള ആൻസേഴ്സ് ആണ്, പക്ഷെ ഒരിക്കലും അല്ല. ഇന്ന് ഏറ്റവും വലിയ കമ്പനികൾ, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് കമ്പനികളായിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ട് കമ്പനികളായിക്കോട്ടെ, അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സും എല്ലാം അവർ തുറക്കാൻ താല്പര്യപ്പെടുന്നത് മുംബൈയിലോ അല്ലെങ്കിൽ ഗിഫ്റ്റ് സിറ്റി, അഹമ്മദാബാദിലുള്ള ഗിഫ്റ്റ് സിറ്റിയിലാണ് ഇവർക്ക് താല്പര്യം ഉണ്ടാവുക. കേരളത്തിൽ വന്നിട്ട് കൊച്ചിയിൽ ഒന്ന് തുടങ്ങാനോ ഇതിലൊന്നും അവർക്കൊരു താല്പര്യം ഉണ്ടാകത്തില്ല. അതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെന്റ് ആണോ? ഗവൺമെന്റ് അല്ല എൻ്റെ ഗവൺമെന്റ് അല്ല എൻ്റെ പ്രശ്നം. ഇവിടുത്തെ മാർക്കറ്റ് അതിനുള്ള ഡെവലപ്മെന്റ് ആയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ആൻസർ. കാര്യം ഇവിടെയുള്ള ഈ ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്ട്സിന്റെ ട്രൂ മെച്യൂരിറ്റി അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് നാട്ടുകാരിലേക്ക് ശരിക്കും എത്തിയിട്ടില്ല. ഇത് കാരണം ഒരുപാട് പേര് വെൽത്തിയായി മാറിയിട്ടില്ല. അങ്ങനെ മാറിയ ആൾക്കാർ ഇവർക്ക് ആർക്കും അറിയത്തൂല്ല. അതൊരു വലിയൊരു ഫാക്ടർ ആണല്ലോ, അല്ലെ? അപ്പോൾ അങ്ങനെ ഒരു സംഭവം കേരളത്തിനെ മാറ്റിയെടുക്കാൻ പറ്റുമോ? ഇപ്പോഴല്ല, മേ ബി അടുത്ത 5 വർഷം കൊണ്ടോ 8 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പായിരുന്നു മനോരമയുടെ ആ ഒരു MFD മീറ്റ്. കാരണം അത് ഇന്ന് കേരളത്തിൽ അത് ആരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം മ്യൂച്വൽ ഫണ്ടിൽ ഇപ്പോൾ പറയുന്ന ഈ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് AMCs, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ വന്ന് സംസാരിച്ചിട്ടുണ്ട്, അവരുടെ ഫണ്ട് മാനേജേഴ്സ് ഒന്ന് സംസാരിച്ചിട്ടുണ്ട്, ബാങ്കിലെ മാനേജേഴ്സ് ഒന്ന് സംസാരിച്ചിട്ടുണ്ട്, ഡയറക്ടേഴ്സ് ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ആക്ച്വലി ആൾക്കാരുടെ അടുത്ത് ഇത് വിൽക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ അവരൊരിക്കലും സംസാരിച്ചിട്ടില്ല. ഒരാൾക്ക് ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന ഫൈനൽ ലെവലിൽ നിൽക്കുന്ന ഒരാളാണ് ശരിക്കും ഈ പറയുന്ന അണ്ടർ ദ ഹീറ്റ് എന്നൊക്കെ പറയണത്. ഏറ്റവും കൂടുതൽ കസ്റ്റമർ സൈഡിൽ നിന്ന് കേൾക്കുന്ന ഒബ്ജക്ഷൻസും എല്ലാം ഇദ്ദേഹമാണ് കേൾക്കുന്നത്. ഇദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസോ ഒന്നും ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു വേദി ഉണ്ടായിട്ടില്ല. ഇനി വരാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു തലമുറയാണ്, അങ്ങനത്തെ ഒരു ജനറേഷൻ ആണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അടുത്ത കൊല്ലം ആവുമ്പത്തേക്കും പിന്നെ അതിൻ്റെ അടുത്ത കൊല്ലം ആവുമ്പത്തേക്കും ഈ AMCs ഒക്കെ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഫണ്ട് മാനേജേഴ്സിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കുണ്ട്. അവർക്ക് തിയറിറ്റിക്കൽ നോളജ് ആയിരിക്കും, പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാവും ഡെഫിനറ്റ്ലി, പക്ഷെ കസ്റ്റമറിന്റെ ഇൻസൈറ്റ്സോ കസ്റ്റമറിന്റെ വ്യൂ പോയിന്റ് ഒന്നും അവർക്ക് കിട്ടണമെന്നില്ല. അൺലെസ് അതർവൈസ് അവർ പോയി കസ്റ്റമറിന്റെ അടുത്ത് സംസാരിച്ച അതിനും ചാൻസ് കുറവാണ്. അപ്പൊ ഇതുപോലത്തുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ എല്ലാവരും ഒന്ന് കൊണ്ടുവരിക, അതും കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കൊണ്ടുവരിക. അതെ, സത്യത്തിൽ ആക്ച്വലി ബാലു പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടിയ നോളജ് എന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു പോഡ്കാസ്റ്റ് നമുക്ക് ഒരു വട്ടം കൂടെ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ നമ്മുടെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഒരു 0യിൽ നിന്ന് 1ലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ആ ഒരു 1 ഞങ്ങൾ ഓൾറെഡി ഉള്ളത് കൊണ്ട് അവിടെ എത്തിയപ്പോഴത്തേക്കും 1ൽ നിന്ന് 10ലേക്ക് എത്താൻ ഞങ്ങൾക്ക് പറ്റി. അപ്പം നമ്മുടെ നെക്സ്റ്റ് പോഡ്കാസ്റ്റിൻ്റെ എയിമും ഇതായിരിക്കണം. ഇപ്പം ഓൾറെഡി ഈ പോഡ്കാസ്റ്റ് ആയിട്ട് ആൾക്കാർക്ക് എന്തായാലും 100% ബേസിക് ആയിട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പം തൊട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മൈൻഡ് സെറ്റ് വരണം, അല്ലെങ്കിൽ ഇപ്പം പേരൻസ് ആണ് കാണുന്നതെങ്കിൽ കുട്ടികൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മൈൻഡ് സെറ്റ് കിട്ടണമെങ്കിൽ എപ്പം തൊട്ട് എങ്ങനെ ചെയ്യണം. ഇപ്പം നമ്മൾ പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ടൊരു പ്രോഗ്രാം തന്നെ ഒരു 8 മണിക്കത്തെ ഒരു കോഴ്സ് സെറ്റ് ചെയ്യണമെങ്കിൽ അത് കണ്ടാൽ അവർക്ക് ആ ഒരു നോളജ് കിട്ടും. അതിനെപ്പറ്റിയുള്ള A to Z കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ പോലും Aയിൽ നിന്ന് Bയിലേക്ക് അല്ലെങ്കിൽ Cയിലേക്ക് വരെ എത്തി. അടുത്ത നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ ഒബ്ജക്റ്റീവ് ഇതായിരിക്കണം. ഒരു അത്യാവശ്യം ഒരു പൈസ ഉണ്ടാക്കി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങി, അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും. അവിടെ നമ്മൾ അന്നടുത്ത് അതായിരുന്നു SIP-യെക്കാട്ടിലും സ്റ്റെപ്പ് അപ്പ് SIP-യെ പറ്റി അവിടെ ഭയങ്കരമായിട്ട് സംസാരിച്ചത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പം എന്താണ് ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് അടുത്ത പോഡ്കാസ്റ്റ് എന്തായാലും വേണം. ഈ ഒരു പോഡ്കാസ്റ്റ് ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കണമെന്നുണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചെയ്യാം. AI പറ്റിയും കാര്യങ്ങളെ പറ്റിയും പറയുമ്പോൾ ഓൾറെഡി അൽഗോ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഓൾറെഡി ഉള്ളതാണ്. അതായത് AI വെച്ച് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വെച്ചിട്ട് ട്രേഡിങ് ചെയ്യുക. ഈ ട്രേഡിങ്ങിനകത്ത് ഏറ്റവും പൈസ നഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ ഹ്യൂമൻ ഇമോഷൻസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ബാലുവിൻ്റെ അഭിപ്രായത്തിൽ എന്തായിരിക്കും ഈ അൽഗോ ട്രേഡിങ്ങിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും? അൽഗോ ട്രേഡിംഗ് എങ്ങും പോകാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു ബ്രോക്കറിൽ പോയിട്ട്
ഞാനൊരു ബൈ ഓർഡർ ഇടുന്നു. അപ്പോൾ ഞാൻ ആദ്യം ബൈ ഓർഡർ ഇടുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യണം, ക്വാണ്ടിറ്റി സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഓർഡർ ബട്ടൺ ബൈ അല്ലെങ്കിൽ സെൽ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഇത് ചെയ്യാൻ എന്തായാലും ഒരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ എടുക്കും. കുറച്ച് ഇതിനെപ്പറ്റി അത്ര ഇതല്ലാത്ത ആൾക്കാർ, യൂസബിലിറ്റി ഇഷ്യൂസ് ഉള്ള ആൾക്കാർ ചിലപ്പോൾ 1 മിനിറ്റ് ഒക്കെ ചിലപ്പോൾ എടുക്കും ബട്ടണൊക്കെ കണ്ടുപിടിച്ച് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും. പക്ഷെ ഒരു കമ്പ്യൂട്ടറിന് ഇത് 5 മില്ലി സെക്കൻഡിൽ ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ബേസിക്കലി ഒരു ആൽഗോ ട്രേഡിങ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന ഈ എൻട്രി, നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പ്രൈസ് എന്താണെന്നുള്ളത് എനിക്ക് അറിയണം, ക്വാണ്ടിറ്റി എന്താണെന്നുള്ളത് അറിയണം, ബൈ ആണോ സെല്ലാണോ എന്നുള്ളത് എനിക്ക് അറിയണം. ഇത് ഞാൻ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ തന്നെ ഓർഡർ ജനറേറ്റ് ചെയ്തോളും. അപ്പോൾ അവിടെയാണ് ശരിക്കും ആൽഗോ ട്രേഡിങ്. അതായത് ടൈം സേവ് ചെയ്യുന്നുണ്ട്, പിന്നെ ഞാൻ മാനുവലി കൊടുക്കുന്ന എഫേർട്ടിനെ അവിടെ അത് ഓവർ റൈഡ് ചെയ്തു. പിന്നെ ഇമോഷൻസും, ഇപ്പൊ ഞാൻ അവിടെ പോയി നിൽക്കുമ്പോൾ ഇനി ബൈ ചെയ്യണോ സെൽ ചെയ്യണോ, ആ ഒരു ചോയ്സ് ഉണ്ടല്ലോ, പാരഡോക്സ്. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് കമ്പ്യൂട്ടർ തന്നെ നേരെ പറയുന്ന പ്രീ പ്രോഗ്രാംഡ് ആയിട്ടുള്ള പോയി എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ അതെങ്ങും പോകാൻ പോണില്ല, കാരണം അത് അത്ര ഫാസ്റ്റർ ആണ്. പക്ഷെ ട്രേഡിങ്ങിന്റെ ആൽഗോ ട്രേഡിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം മാനുവലി ചെയ്ത് സക്സസ് ആയതിനു ശേഷം വേണം ആൽഗോയിലേക്ക് പോകാൻ. കാരണം നിങ്ങൾ എന്താണോ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അത് ആംപ്ലിഫൈ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ലോസ് ആണ് ഉണ്ടാക്കണമെങ്കിൽ ആൽഗോ ചെയ്യുമ്പോൾ ലോസ് കൂടും ആക്ച്വലി. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ഒരു ബേസിക് ആയിട്ട് ഒരു നോളജ് കൊടുത്തതെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞ പോലെ 8 മണിക്കൂറത്തെ പ്രോഗ്രാം നടത്തുമ്പോൾ എന്തായാലും ആൾക്കാർക്ക് ഡീപ്പായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ട്രേഡിങ്ങിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാനോ എന്തെങ്കിലും ബാലു പ്ലാൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റ്സോ എന്തെങ്കിലും? ട്രേഡിങ്ങിന് ഇപ്പോൾ കറന്റ്ലി ഞാനൊരു 24 hours ഒരു പ്രോഗ്രാം ഞാൻ കൊടുക്കുന്നുണ്ട്. മനോരമ ഹൊറൈസണായിട്ട് ചേർന്നിട്ട് ഒരു പ്രോഗ്രാം ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ എപ്പോഴും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ മനോരമ ഇതുപോലത്തെ ഉള്ള ആൾക്കാർ ഭയങ്കര നല്ല കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഏകദേശം കേരളത്തിന്റെ 14 പേരല്ലേ ഉള്ളൂ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ളത്. 15 പേരുണ്ട് സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ് ആയിട്ട് 15 പേര് ഇതുണ്ട്. ഇനിയും മേ ബി ചിലപ്പോൾ അടുത്തൊരു കൊല്ലം കൊണ്ട് മേ ബി ഇനി അടുത്തൊരു 10-15 പേരും കൂടി ചിലപ്പോൾ വന്നേക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പൊ ഇൻസ്റ്റയിൽ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സ്, സോ കോൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഫിനാൻസ് അഡ്വൈസർ ഒന്നും അവർ ശരിക്കും അഡ്വൈസ് അല്ല, അവർക്ക് അഡ്വൈസ് ചെയ്യാൻ ശരിക്കും അറിയില്ല. പക്ഷെ മനോരമ അതേപോലുള്ള വലിയ വലിയ ആൾക്കാർ ബാലുവിനെ പോലുള്ള ആൾക്കാരെ മുന്നിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ബാലുവിന്റെ നോളജ് പുറത്തേക്ക് കൊണ്ടുവരിക ചെയ്യുന്ന എഫേർട്ട്, അത് ഭയങ്കര അപ്രിഷിയേറ്റബിൾ ആണ്. അല്ലാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് ബേസിക്കലി അത്. ഇപ്പൊ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അല്ല, ബാലുവിന്റെ ഓപ്പർച്യൂണിറ്റിയെക്കാട്ടിലും ബാലുവിന് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പം അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അതിനെക്കാട്ടിലും ഉപരി ഈ ആൾക്കാർക്ക് എവിടെ ട്രസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ പ്ലാറ്റ്ഫോമുകളെ ആൾക്കാർ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ മനോരമയ്ക്ക് വേണമെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഒരാളെ വിളിക്കാം, പക്ഷെ അവർക്ക് സെബി രജിസ്റ്റർ ഇത് ഉണ്ടാകണമെന്നില്ല. പക്ഷെ അവര് അതിനെക്കാട്ടിലും ഉപരി ബാലുവിനെ ചൂസ് ചെയ്തത് അവർ ചെയ്ത വലിയൊരു നല്ല കാര്യമാണ്. ഇപ്പൊ അവർക്ക് വ്യൂസ് ആണ് വേണ്ടത്. ഇപ്പൊ മനോരമയ്ക്ക് വ്യൂസ് ആണ് വേണ്ടതെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഇപ്പം 1 മില്യൺ വ്യൂസ് ഉള്ള അല്ലെങ്കിൽ 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരു അഡ്വൈസർ എന്നല്ല, ഒരു പ്രോഗ്രാം കൊടുപ്പിക്കാം. പക്ഷെ അത് അവര് ബാലുവിനെ വെച്ച് ചെയ്യിപ്പിച്ച വലിയൊരു കാര്യമാണ്. നാടിനോട് ചെയ്യുന്ന ഒരു നല്ല കാര്യം എന്ന് പറയാം. ഞങ്ങൾ ചെയ്യുന്ന പോലെ അല്ല, അത് ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ഈ പ്രോഗ്രാം എടുത്തു തുടങ്ങിയപ്പോൾ തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഇവർ പലർക്കും പഠിച്ചു വെച്ചേക്കുന്നത് മണ്ടത്തരങ്ങളാണ് പഠിച്ചു വെച്ചേക്കുന്നത്. കാര്യം ഞാനപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കും, നിങ്ങളിത് എവിടെ നിന്നാണ് പഠിച്ചതെന്ന് വെച്ചപ്പോൾ പലരും പറയും അവർ യൂട്യൂബിൽ നിന്നാണ് പഠിച്ചത്, ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് പഠിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് അഭിപ്രായം പറയാറുണ്ട്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത് മൊത്തം കൊളാക്കിയ കിടക്കണേ. അപ്പം നമുക്ക് വീണ്ടും ഇപ്പം നമ്മളൊരു ടൂളിൽ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ടൂളിൽ നിന്ന് അവർ സമ്മതിക്കത്തില്ല, തിരിച്ച് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ബട്ട് മാർക്കറ്റ് വിൽ ഡെവലപ്പ്. മേ ബി നെക്സ്റ്റ് ഇയർ കുറച്ചും കൂടി ബെറ്റർ ഇതിലേക്ക് വരും മാർക്കറ്റ്സ്. മാർക്കറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് അല്ല, ഞാൻ നമ്മുടെ കേരളം ഇൻഡസ്ട്രിയുടെ കാര്യമാണ് പറയണത്. ആൾക്കാർക്ക് അവയർനെസ് വരണം. അവയർനെസ് വരുമ്പോഴാണ് ഈ പറയുന്ന പല ആൾക്കാരും ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് മാറി ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ ഒരു അസറ്റ് ക്രിയേഷൻ മോഡലിലേക്ക് വരിക. ഇപ്പൊ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമുക്കൊരു 7% വർഷം വരുമാനം തരുന്നുണ്ട്. 7% എന്ന് പറയുമ്പോൾ ആൾക്കാർ അതിൽ ഹാപ്പിയാണ്. പക്ഷെ നമ്മൾ ആ പൈസ മാറ്റിയിട്ട് നമ്മൾ ബാക്കി കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് കമ്പനി അവിടെ ഗ്രോത്ത് വരുന്നത്. ആ കമ്പനി ഗ്രോ ചെയ്യുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ 7% ആയിരിക്കില്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടാം, ചിലപ്പോൾ അതിൽ കുറച്ച് കിട്ടാം. അപ്പൊ അവിടെയാണ് ഒരു അൺസർട്ടനിറ്റി വരുന്നത്. പക്ഷെ എല്ലാ ബിസിനസ്സുകാരനും ആ ഒരു സ്റ്റെപ്പ് എടുത്തേക്കുന്നത് ആ ഒരു റിസ്ക് എടുത്തിട്ടാണ്. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുന്നില്ലെങ്കിൽ സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങുന്ന ഒരാളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ് ഞാൻ പബ്ലിക്കിനോട് പറയാൻ പറ്റും. കാരണം എന്നാൽ മാത്രമാണ് നമ്മുടെ നാട് വളരുള്ളൂ. അതാണ് ആ പോയിന്റ് ഭയങ്കര കിടന്ന പോയിന്റ്. ഒന്നോടെ പറയൂ. സൂപ്പർ അല്ലേ? ആ പോയിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ
സ്വയം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ഒരാൾക്ക്, അല്ല സ്വയം ബിസിനസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ഒരാൾക്ക് ബിസിനസ് ചെയ്യുന്ന ഒരാളെ ഹെൽപ്പ് ചെയ്യുക. അതുകൊണ്ട് ബിസിനസ് ഇമ്പ്രൂവ് ആകും, അതുകൊണ്ട് നാട് ഇമ്പ്രൂവ് ആകും. നാട് ഇമ്പ്രൂവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ആകും. ഒബ്വിയസ്ലി. അപ്പൊ ഈ അമേരിക്ക ഇത്രയും ഫേമസ് ആവാനും അല്ലെങ്കിൽ ഇത്രയും ക്യാഷ് റിച്ച് ആവാനും ഇത്രയും റിസോഴ്സസ് ഒക്കെ വരാനായിട്ടുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ്. കാരണം അത് എത്രയും പെട്ടെന്ന് അവർ അതിലേക്ക് അത് അഡോപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ആ ഇക്വിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മുടെ നാടും മാറണം. ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ പെൻഷനും FDയും ഒക്കെ പറഞ്ഞിട്ട് ഇരിക്കണം. അത് തെറ്റൊന്നുമില്ല, അത് സേഫ് ആണ്. അപ്പോൾ സേഫ്റ്റി എല്ലാവർക്കും ഒരു വലിയൊരു ഫാക്ടറാണ്. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങളുടെ അടുത്തൊരു വെൽഡിംഗ് ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ വെൽഡിംഗ് ഷോപ്പിലെ ആള് നല്ല ആളാണെന്ന് വിചാരിക്കുക. ഫ്രോഡ് ആവരുത്, ഒബ്വിയസ്ലി നല്ല ആളായിരിക്കണം. അയാളുടെ ആ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക. ആ സ്ഥാപനത്തിൽ മേ ബി പുതിയ മിഷനറി വാങ്ങിക്കാൻ പറ്റുമായിരിക്കും നിങ്ങൾ കൊടുക്കുന്ന പൈസ വെച്ചിട്ട്. അത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളരും. അപ്പോൾ അതിലൊരു ലാഭം വരുമ്പോൾ നാളെ നിങ്ങളെ ഓർത്ത് ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ശരിക്കും പറഞ്ഞ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആ ഒരു സത്യത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു രീതി ചിന്തിക്കുന്ന ആൾക്കാർ കുറവാണ്. അതുകൊണ്ടാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആൾക്കാരെന്താ എവിടെയോ ഇട്ടു, അത് കഴിഞ്ഞിട്ട് കുറേ പൈസ കിട്ടുന്നു, ആ ഒരു കൺസെപ്റ്റ് എൻ്റെർലി മാറ്റി. ഇപ്പം ആലോചിച്ച് നോക്ക്, ബാലു പറഞ്ഞതെന്ന് വെച്ചാൽ സത്യത്തിൽ ആ പൈസ എങ്ങനെയാണ് വരുന്നതെന്നുള്ള ബേസിക്കിലേക്ക് പോകും. ആ ഒരു ബേസ് കിട്ടാൻ ഭയങ്കര പാടാണ്. ആ ഒരു ബേസ് എങ്ങും പറഞ്ഞു കൊടുക്കത്തില്ല. ഇപ്പം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെന്തായിരിക്കും പറയുന്നത്, ഗ്രാഫ് നോക്കുക, ഈ ഗ്രാഫ് നോക്കി താഴോട്ട് വരുമ്പോൾ അത് ബൈ ചെയ്യുക. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ബാലു പറഞ്ഞതെന്ന് വെച്ചാൽ ലിറ്ററലി എന്താ, കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. ആ കമ്പനിയുടെ ഗ്രോത്ത് ആണ് നിങ്ങൾ വെക്കേണ്ടത്. ആ കമ്പനി നല്ല രീതിയിൽ പോവോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയിട്ട് പോവെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുക. ആ കമ്പനി ഗ്രോ ചെയ്യുമ്പോൾ നാടും ഗ്രോ ആകും. അതെ. അങ്ങനെ ഞാൻ വേറെ കാര്യം പറയട്ടെ. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, 11ാം ക്ലാസ്സിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 8 hours ഒരു പ്രോഗ്രാം ഉണ്ടാക്കും. ഈ പ്രോഗ്രാം 60 വയസ്സുള്ള അല്ലെങ്കിൽ 70 വയസ്സുള്ള ഒരാൾക്ക് കൊടുത്താലും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെയും അവർക്കൊരു ഫിനാൻഷ്യൽ അക്യുമെൻ, ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി അവർക്ക് കിട്ടുകയാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ 60 വയസ്സ് 70 വയസ്സുള്ള ആൾ പിന്നെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും, അതൊരു വലിയ പ്രോബ്ലം അല്ലേ? ഇൻവെസ്റ്റ്മെന്റിനേക്കാളും കൂടുതൽ എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നാളെ ഒരു കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഗ്രാൻഡ് കിഡ്സിനടുത്ത്, ചെറുമക്കളുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു മൊറാലുള്ള ഒരു കഥ വേണമെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അല്ലെ? ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ ചില ആൾക്കാർക്ക് പ്രായം കൂടിപ്പോയി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല അതിനകത്തുള്ള ഇഷ്യൂ. അവിടെ അവർ പൈസനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണു എന്നുള്ളതാണ് ഇഷ്യൂ. ഓക്കെ, അപ്പോൾ അത് ചിലപ്പോൾ അവരുടെ കൊച്ചുമക്കളോട് അവരിപ്പോഴേ പറഞ്ഞു കൊടുക്കുമായിരിക്കും ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ മക്കളോട് പറഞ്ഞു കൊടുക്കുമായിരിക്കും ഈ രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആ ഒരു പൈസയുടെ കാഴ്ചപ്പാടേ മാറും. അതാണ് ആദ്യം മാറേണ്ടത്. അത് മാറിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഓട്ടോമാറ്റിക്കലി വന്നോളൂ. നല്ല സമ്പത്തുള്ള വീട്ടുകളിലെ എല്ലായിടത്തും അവർ പൈസേനെ പറ്റി ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. വളരെ പാവപ്പെട്ട പൈസക്ക് ഭയങ്കര പ്രശ്നമുള്ള ആൾക്കാരുടെ വീട്ടിൽ സാധാരണ പൈസേനെ പറ്റി ഓപ്പൺലി സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് തോന്നിയ സംഭവം, നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഇപ്പോഴാണ് വന്നതെങ്കിൽ പണ്ടത്തെ മീഡിയ എന്താ, സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് പൈസയുള്ള ആള് എന്തായിരിക്കും, ഭയങ്കര ക്രൂരനായിരിക്കും. നായകൻ എപ്പോഴും ദാരിദ്ര്യം പിടിച്ച ഇതിലായിരിക്കും. അപ്പം പൈസയെ പറ്റി പണ്ട് മുതലേ ഒരു ഹേറ്റ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ, കാരണം ആ ഒരു സിനിമ ഫീൽഡിൽ പണ്ടത്തെ ഏതൊരു സിനിമ എടുത്താലും പൈസ ഉള്ളവൻ എന്തായിരിക്കും, ദുഷ്ടനായിരിക്കും. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് മാറാൻ ഇപ്പോഴാണെങ്കിലും പാടാണ്. അത് മെല്ലെ മെല്ലെ മാറി വരുന്നതേ ഉള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ സ്റ്റോറി എഴുതുന്ന ആൾക്കാർ, ഇപ്പൊ ഞാൻ കുറച്ച് എഴുത്തുണ്ടെന്ന്. അതെ. അത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ബാലു വലിയൊരു എഴുത്തുകാരാണ്. എല്ലാ ആഴ്ചയിലും ഫിനാൻസിനെ പറ്റി എല്ലാ ആഴ്ചയിലും എഴുതുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. വായിക്കുന്നത് പോട്ടെ, എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ എഴുതുന്ന ഒരാൾക്ക് എന്തായാലും ഒരു പ്ലോട്ട് അതിനകത്ത് വേണമല്ലോ, എന്നാലാണല്ലോ ഒരാൾ വായനക്കാരൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ദുഷ്ടൻ എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ ചിത്രീകരിക്കുമ്പോൾ ഒരുപാട് പൈസ ഉണ്ടായിട്ട് അത് ദൂർത്തടിക്കുന്ന അല്ലെങ്കിൽ അത് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ദുഷ്ടനെ ക്രിയേറ്റ് ചെയ്യാനാണ് വളരെ എളുപ്പം. അതുകൊണ്ടാണ് പണ്ടത്തെ സ്ക്രിപ്റ്റ് മുഴുവനും അങ്ങനെ പോയത്. അല്ലെങ്കിൽ നമുക്ക് ഒരു ഹീറോ, ഒരു പെർട്ടിക്കുലർ ഇതിനകത്തൊരു ഒരു പ്രോബ്ലം വരാം. ഒരു സിനിമയുടെ കേസിൽ നമ്മൾ സ്റ്റോറിയുടെ കേസ് എടുക്കുക. അപ്പോൾ ആദ്യമേ ഒരു പ്ലോട്ട് ഉണ്ടാക്കണമെങ്കിൽ ഒരു സിനിമയിൽ ഒരാൾക്ക് ഒരു ലോ പോയിന്റ് വരണം. ഒരു ഹീറോന് ഒരു പ്രശ്നം വരുന്നു, ആ പ്രശ്നത്തിൽ നിന്ന് ഗെറ്റ് ഓവർ ചെയ്യാനായിട്ട് ഒരു ആക്ഷൻ വേണം, അല്ലെ? ആ ആക്ഷൻ എടുക്കുമ്പോൾ ഹീറോന് ഒരുപാട് സക്സസ് വേണം. പ്രശ്നം കോമൺ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ദാരിദ്ര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ സിനിമകൾ, പിന്നെ പ്രണയവും എല്ലാം ഇതിനകത്തേക്ക് വരുന്നത്. ദാരിദ്ര്യമുള്ള ആൾക്കാർക്ക് പ്രണയമുള്ളത് ചിലപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി സ്റ്റോറി പോകുന്നത്. അപ്പോൾ അതിന്റെ റീസൺ ഇതാണ്. പൈസേനെ പറ്റി സംസാരിക്കുന്നത് നല്ലത് തന്നെയാണ്. നിങ്ങൾ ഫ്രണ്ട്സും തമ്മിൽ പൈസ സംസാരിക്കുക, അതാണ് ബെറ്റർ. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റ് ഭയങ്കര കിടിലായിരുന്നു. എന്ന് വെച്ചാൽ
സാധാരണ ആൾക്കാർക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് തീർച്ചയായും അവർക്ക് നാളെ പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ബാലുവിന് സോഷ്യൽ മീഡിയ ഹാൻഡിൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഈ സോഷ്യൽ മീഡിയ ആർക്കും എന്തും പറയാം എന്നൊരു ഇതിൽ നിന്ന് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ അഡ്വൈസർ നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്വൈസ് തരാണ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, മൈൻഡ് സെറ്റ് എങ്ങനെ ആയിരിക്കണം. അപ്പം ബാലുവിൻ്റെ അക്കൗണ്ട് തീർച്ചയായും പോയി ഫോളോ ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഭയങ്കര കിടിലായിരിക്കും. അതുപോലെ എന്തായാലും നമുക്ക് ആ 8 hour പ്രോഗ്രാം എന്തായാലും തീർച്ചയായും ചെയ്യണം. കാരണം അത് സൊസൈറ്റിയോട് ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യമാണ്. ബാലുവിന് എന്തെങ്കിലും അല്ല, താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഇതുപോലെ ഇപ്പോൾ ചെറിയ ചെറിയ ഇതുപോലത്തുള്ള കോഫി ഡിസ്കഷൻസ്, പോഡ്കാസ്റ്റ് എന്നൊക്കെ പറയുന്നത് പുതിയ സ്റ്റൈൽസ് ആണ്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു. നമ്മുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം. അതുപോലത്തുള്ള അവർക്കും ഇതുപോലത്തുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഞാൻ കേൾക്കാൻ ഞാൻ റെഡിയാണ്. അതെ, ഞാൻ പറഞ്ഞ പോലെ എന്തായാലും ബാലു ഒരിക്കൽ കൂടി ഈ പോഡ്കാസ്റ്റിലേക്ക് വരണം എന്ന് തന്നെയാണ് തീർച്ചയായും എൻ്റെ ആഗ്രഹം. അപ്പം നിങ്ങൾക്ക് ആ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം മനസ്സിലാക്കിയതിനെക്കാട്ടി നെക്സ്റ്റ് ലെവൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഒരു പ്രോപ്പർ ഗൈഡായിട്ട് അടുത്ത വട്ടം ബാലുവിനെ വിളിക്കണമെന്നാണ് എനിക്ക് താല്പര്യം. അപ്പം നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു. ഓക്കെ, താങ്ക് യു.